അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട കർണാടക മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും ജില്ലാ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻറ്റുമായ അഭിമന്യരായ തോക്കെ കാമിൽ സഖാഫി ഉസ്താദിൻ്റെ ദർസ് രംഗത്തെ 25 വർഷം പൂർത്തിയാക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ, അതുപോലെ ഉസ്താദ് സാരഥിയായിട്ടുള്ള മംഗലാപുരം ഉപ്പിനങ്ങാടി ഹൈവേയിൽ നച്ചബട്ടു എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദാറുൽ മുസ്തഫ മോറൽ അക്കാഡമി എന്ന സ്ഥാപനത്തിൻ്റെ 10ാം വാർഷികവും അതിനോടനുബന്ധിച്ച് ഉസ്താദിനെ സംബന്ധിച്ചിട്ട് ഒരു പരിചയപ്പെടുത്തൽ അഥവാ ഉസ്താദ് അവറുകളോട് ഒരു അഭിമുഖമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കൂട്ടുകാരൻ മുനീർ സഖാഫി സാലത്തൂറും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹവും ഈ ചർച്ചയിൽ ഭാഗിയാവുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ആദ്യമായി ഉസ്താദിൻ്റെ ജീവിതം, ജനനവും അതുപോലെ ഉസ്താദിൻ്റെ കുടുംബ പശ്ചാത്തലം ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു വിവരണം ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, ദർസി ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ, അതുപോലെ തന്നെ ദാറുൽ മുസ്തഫ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ 10ാം വാർഷികം നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച ആവശ്യപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എൻ്റെ ജനനം 1977 എന്നാണ് ഊഹിക്കപ്പെടുന്നത്. കൃത്യമായ ഡേറ്റ് അറിയില്ല. സ്കൂളിൻ്റെ പഠനത്തിൻ്റെ ആ ഡേറ്റൊക്കെ നോക്കുമ്പോൾ 1977. കാസർഗോഡ് ജില്ലയുടെ മഞ്ചേശ്വരം മണ്ഡലം അതിൽപ്പെട്ട ഉർക്കാടി ഗ്രാമത്തിലെ തോക്കെ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ബാപ്പ ഇബ്രാഹിം ആണ് എന്നാണ് പേര്. ഉമ്മ ബി ഫാത്തിമയാണ്. 1977 ഉസ്താദിൻ്റെ പ്രാഥമിക പഠനം സ്കൂൾ, മദ്രസ വിഷയസംബന്ധമായിട്ട്. മദ്രസ തോക്കയിലെ മദ്രസയിലാണ്. തോക്കയിൽ 2 പള്ളിയുണ്ട്. അത് പഴയ ജുമാഅത്ത് പള്ളി, ഒരുപാട് പഴക്കമുള്ള പള്ളി ആണ് തോക്കയുടെ പഴയ ജുമാഅത്ത് പള്ളി. ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലുണ്ടായ പള്ളി എന്ന് പറയപ്പെടുന്നു. അവിടെയാണ് മദ്രസ പഠിച്ചത്. അന്ന് ക്ലാസ് സിസ്റ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ മറ്റൊരു പള്ളിയുണ്ട്, ബദ്രിയ ജുമാ മസ്ജിദ്. അതിൻ്റെ മദ്രസയിലും അന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ക്ലാസ് സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടൊക്കെ ഞങ്ങൾ കുറച്ച് ദർസിൽ പോയതിൻ്റെ ശേഷം അവിടെ ക്ലാസ് സിസ്റ്റമുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് മദ്രസ പഠനം. സ്കൂള് ഞങ്ങളുടെ തോക്കയിലേക്ക് അന്ന് ജംഗ്ഷനായിട്ടുള്ളത് തൗടുകോളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു LP സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽക്ക് 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. 4 വർഷം 10 മാസത്തിലാണ് എന്നെ സ്കൂളിലേക്ക് ചേർത്തിയത്. അവിടെ തൗടുകോളി എന്ന് പറയുന്ന സ്ഥലത്ത് 4 വർഷം പഠിച്ചു. 4ാം ക്ലാസ് വരെ പഠിച്ചു. അതിൻ്റെ ശേഷം മഞ്ഞനാടി സർക്കാരി സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് 5 മുതൽക്ക് 7 വരെ. ഞങ്ങളെ തോക്കയിൽ നിന്ന് അവിടത്തേക്ക് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ആവും. അത്ര ദൂരമുള്ളൊരു സ്ഥലമാണ് മഞ്ഞനാടി എൻ്റെ വീട്ടിൽ നിന്ന്.
നടന്നിട്ടാണ് അന്ന് യാത്ര ചെയ്തിരുന്നത്. സ്കൂളിലേക്കൊക്കെ ആ ചെറിയ ആ വയസ്സുകാലത്ത് പോലും ഏകദേശം ഒരു 6-7 കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചത്. അതായത് 7 കിലോമീറ്റർ രാവിലെയും വൈകുന്നേരം നടന്നിട്ട്. അതെ, പോകാൻ 7 കിലോമീറ്റർ, വരാൻ 7 കിലോമീറ്റർ, 16 കിലോമീറ്റർ ദിവസം നടന്നിട്ടുണ്ട്. മഞ്ഞനാടി സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകമായി ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്, ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം സ്കൂളിലൊരു സ്കൂൾ ട്രിപ്പ്, ഒരു ടൂർ സംഘടിപ്പിച്ചു സ്കൂളിൻ്റെ അധികൃതർ. അങ്ങനെ ഞാനും എൻ്റെ പേര് കൊടുത്തു, ഞാനും വരുന്നതെന്ന് പറഞ്ഞിട്ട്. വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ പൈസ കൊടുത്തിരുന്നില്ല. അന്നത്തെ അതിൻ്റെ ഫീസ് 20 റുപ്യയായിരുന്നു. പക്ഷേ കൊടുത്തിരുന്നില്ല. അങ്ങനെ ദിവസം അടുത്തപ്പോൾ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, പിന്നെ പൈസ ഇന്ന് തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മഞ്ഞനാടിൽ നിന്ന് എന്നെ വീട്ടിലേക്ക് അയച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഉച്ച സമയത്താണ് വീട്ടിലേക്ക് അയക്കുന്നത്. നടന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം പോയിട്ട് വരുമ്പോൾ സ്കൂളിൻ്റെ ടൈം വിട്ടിട്ടുണ്ടാവും. ഞാൻ മഞ്ഞനാടിൽ നിന്ന് ഓടാൻ തുടങ്ങിയത് എൻ്റെ വീട് വരെ ഓടി 7 കിലോമീറ്റർ ഓടിയിട്ട് 20 റുപ്യ വീട്ടിൽ നിന്ന് വാങ്ങി രണ്ടാമതും തിരിച്ചു ഓടി. കാരണം നടന്നിട്ട് പോയാൽ എത്തൂല, സ്കൂൾ വിടുന്നതിന് മുമ്പ് എത്തൂല. അങ്ങനെ വീണ്ടും അങ്ങനെ ഇങ്ങോട്ട് 7 കിലോമീറ്റർ ഓടി. അങ്ങനെ സ്കൂള് വിടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എത്തി. അങ്ങനെ കൊടുത്തു. പക്ഷേ അങ്ങനെ കൊടുത്തെങ്കിലും എനിക്ക് ട്രിപ്പിന് പോകാൻ സാധിച്ചിട്ടില്ല. അത് വേറെ വിഷയം. അങ്ങനെ അന്ന് രാവിലെ സ്കൂളിലേക്ക് പോയതും വീണ്ടും പിന്നെ പൈസ വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതും രണ്ടാമത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും എന്നിട്ട് സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വന്നതും ഏകദേശം ഒരു 28 കിലോമീറ്റർ അന്ന് എന്തായിട്ടുണ്ട്, നടന്നിട്ടുണ്ട് ഒറ്റ ദിവസത്തിൽ. അന്ന് പിന്നെ ട്രിപ്പ് പോകാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ വീട്ടുകാർ പറഞ്ഞു, രാത്രി വരുമ്പോൾ താമസിക്കുമല്ലോ, അപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ അന്ന് സൗകര്യമൊന്നുമില്ല. ബസ്സും കാറുകൾ വണ്ടിയൊന്നും ഇല്ലാത്ത കാലമാണ്. ഞങ്ങളുടെ അടുത്ത് സൗകര്യമില്ലാത്ത സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തു, അത് ഒഴിവാക്കി. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എപ്പോഴും മറക്കാത്തൊരു സംഭവമാണത്. അതിൻ്റെ ശേഷം ഉള്ളാളം സയ്യിദ് മദനി ഹൈസ്കൂളിലാണ് 8 മുതൽക്ക് 10 വരെ പഠിച്ചത്. അങ്ങനെയാണ് മദ്രസ വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവും 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ദർസിൽ പോയത്. പിന്നെ ഉസ്താദ് ഇപ്പോൾ കേരളത്തിലാണ് ജനനം എന്ന് പറഞ്ഞു. എനിക്കൊരു സംഭവം ഓർമ്മയാണ്. ഞങ്ങൾ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കർണാടകക്കാർ പൊതുവെ പഠിക്കുന്നതിൽ വളരെ ബാക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, മർക്കസിൽ ഇവിടുന്ന് ഫസ്റ്റ് റാങ്കിൽ പാസ്സായത് എൻ്റെ ഉസ്താദ്. അപ്പോൾ നെല്ലി ഉസ്താദ് പറഞ്ഞു, ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ജനിച്ചത് കേരളത്തിലായിരിക്കും. ഒരു തമാശ പറഞ്ഞു. നിങ്ങളിപ്പോൾ കർണാടകക്കാരെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ജനിച്ചത് ചിലപ്പോൾ കേരളത്തിലായിരിക്കും. അതിന് ഗുണമായിരിക്കും അത്. ഉസ്താദിൻ്റെ ജന്മഭൂമി കേരളത്താണെങ്കിലും കർമ്മരംഗം കർണാടകയിലായിരുന്നു. വിദ്യാഭ്യാസവും ഭാഷാമാധ്യമവും ഒക്കെ കന്നഡ ആയിരുന്നു. അതെ, കന്നഡത്തിലായിരുന്നു പഠിച്ചത്. പൊതുവെ അതിർത്തി പ്രദേശത്തുള്ള ജില്ലകളിലെല്ലാം കന്നഡയുടെ സ്വാധീനം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനൊന്നും സംഭവിച്ചതെന്ന് പറയാം. അതെ, ഞങ്ങൾ സ്കൂളിൽ പഠിച്ചതൊക്കെ ഈ 1 മുതൽക്ക് 4 വരെയുള്ള ആ സ്കൂൾ കേരളത്തിൽപ്പെട്ട സ്കൂളാണ്. തൊടുകോളി കേരളത്തിൽപ്പെട്ട സ്ഥലമാണ്. പക്ഷേ അന്നുള്ളത് കന്നഡ മാധ്യമമാണത്. മലയാള മാധ്യമമായിട്ട് തീരെ ബന്ധമില്ല എന്നാണ് ഈ പറയുന്നത്. ഇല്ല, സംസാരം മാത്രം മലയാളം സംസാരിക്കുന്നല്ലാതെ എഴുത്ത്, അതുപോലെ മറ്റ് എഴുത്തുകളും കാര്യങ്ങളൊക്കെ കന്നഡയിലായിരുന്നു. പിന്നീട് ഉസ്താദിൻ്റെ ദർസ് ജീവിതമായിരുന്നു. അതെ, 1991 ഞാൻ SSLC പാസ്സാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദർസിൽ പോകുന്നത്. ആദ്യം ദർസിൽ പോയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുൾ റസാഖ് മദനി ഉസ്താദ് അവർ, നമ്മൾ അക്കരങ്കാടി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്താദ്. അന്ന് അദ്ദേഹം കുമ്പളയുടെ അടുത്തുള്ള പേരാകണ്ണൂരിലാണ് ദർസ് എടുത്തിരുന്നത്. അവിടെയാണ് ഞാൻ ദർസിൽ പോയത്. പോകാൻ കാരണം എൻ്റെ എളാപ്പൻ്റെ ഒരു മകൻ അവിടെയായിരുന്നു ദർസിൽ പഠിച്ചിരുന്നത്. അങ്ങനെയാണ് പേരാകണ്ണൂരിലേക്ക് പോകാൻ കാരണം. അവിടെ 1 വർഷക്കാലം പഠിച്ചു. അതിനുശേഷം ഉസ്താദ് അവിടുന്ന് ഒഴിവായി.
നമ്മുടെ ബീസ് റോഡിൻ്റെ അടുത്തുള്ള അക്കരങ്ങാടിയിലാണ് ദർസ് ഏറ്റെടുത്തത്. അങ്ങനെ അവിടെ വന്നു. പക്ഷേ അവിടെ ഒരു 25 ദിവസം മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ അക്കരങ്ങാടിയിൽ. അവിടെ നിന്ന് പിന്നെ മാറി ബഹുമാനപ്പെട്ട നമ്മളെ AB ഹസൻ ഫൈസി ഉസ്താദ് അജാവരം, അന്ന് അദ്ദേഹം ഉച്ചിലത്താണ്, നമ്മളെ തലപ്പാടി അടുത്തുള്ള ഉച്ചിലത്തിലാണ് മുദരിസായിരുന്നത്. അങ്ങനെ അവിടെ ദർസിൽ ചേർന്നു. അവിടെ ഒരു 3 വർഷക്കാലം പഠിച്ചു. അതിൻ്റെ ശേഷം ഉസ്താദ് അവിടെ നിന്ന് വിട്ട് ഗൾഫിൽ പോയി. അപ്പോൾ ഞങ്ങൾ പലരും അവിടെ നിന്നുണ്ടായിരുന്നു, 10, 20, 25ഓളം മുതഅല്ലിമീങ്ങളുണ്ടായിരുന്നു. വ്യത്യസ്തമായ ദർസിൽ പോയി. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മർഹൂം NM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അന്ന് മംഗലാപുരം അസ്ഹരിയിലാണ് ഉസ്താദ് ദർസ് എടുത്തിരുന്നത്. ഞാനവിടെ പോയി NM ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചു. NM ഉസ്താദിനെ പറ്റി ഇന്ന് പൊതുവെ ആളുകൾക്കറിയില്ല. ഒന്നാമത് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് തന്നെ ഉസ്താദ് വഫാത്തായി. അപ്പോൾ NM ഉസ്താദിൻ്റെ പ്രസംഗങ്ങളോ മറ്റൊന്നും പൊതുസമൂഹത്തിന് അറിയില്ല. അപ്പോൾ NM ഉസ്താദിനെ പറ്റി ഉസ്താദ് ഒരല്പം. NM ഉസ്താദ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു സാത്വികനായ, വളരെ ഒരു ഹുമൂലോടുകൂടി ജീവിച്ചിരുന്ന, വിനയത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ്. എല്ലാ ഫന്നുകളിലും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു ഷെയ്ഖുന NM ഉസ്താദ് പറയൽ. കേവലം ഫിഖ്ഹിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ഗോളശാസ്ത്രത്തിലും മാനി മന്തിഖ് തുടങ്ങിയുള്ള എല്ലാ മഅഖൂലാത്തിലും വളരെ അങ്ങേറ്റത്തെ ആഴമുള്ള ഒരു പണ്ഡിതനായിരുന്നു. ഉസ്താദിൻ്റെ ദർസിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളായിരുന്നു. മഹല്ലി പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ ഫത്തുൽ മൊയ്നൊക്കെ എടുക്കുന്ന സമയത്ത് ഉസ്താദ് മറ്റ് വലിയ കിതാബുകൾ തുഹഫയും നിഹായും ഷറൽ മുഹദബും റൗളയും ഒക്കെ അടുത്ത് വെച്ച് അതൊക്കെ താരതമ്യം ചെയ്തിട്ടാണ് ഉസ്താദിൻ്റെ ദർസൊക്കെ നടക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ഈ കിതാബിനോട് കൂടുതൽ സ്നേഹമുണ്ടായതും കിതാബുകളുമായി മുതാല ചെയ്യാനുള്ള ഒരു മഹബത്തുണ്ടാക്കിയതും ഉസ്താദിൻ്റെ ആ ദർസിൻ്റെ രൂപമാണ്. അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ ഉസ്താദ് വളരെ ഹുമൂലോടുകൂടി, ഒരു പ്രസിദ്ധി ആഗ്രഹിക്കാത്ത, ഒരു ഷുഹറത്ത് കൊതിക്കാത്ത, വളരെ ഹുമൂലോടുകൂടി കേവലം ഒരു ഇൽമിൻ്റെ ഖിദ്മത്തിലായി മാത്രം ജീവിച്ച ഒരു പണ്ഡിതനാണ് ഷെയ്ഖുന NM ഉസ്താദ് വർകൾ. സാമ്പത്തികമായി ഒന്നുമില്ലെങ്കിലും തനിക്ക് കിട്ടിയ തുച്ഛമായ ചെറിയ ശമ്പളം അന്ന് ഉസ്താദ് ഏകദേശം കിതാബുകൾ വാങ്ങാനായിരുന്നു ആ പൈസകളൊക്കെ ചിലവാക്കിയിരുന്നത്. ഞാൻ വിചാരിക്കുന്നു അന്ന് ഉസ്താദിന് ചിലപ്പോൾ 2000-ൻ്റെ ഉള്ളിലായിരിക്കും അന്ന് ശമ്പളം ഉണ്ടാവുക. ഇത്രയും എനിക്ക് കൃത്യം അറിയില്ല, കാരണം അന്ന് അത്രയാണ് നടക്കുന്നത്. പക്ഷെ ആ ശമ്പളത്തിനേക്കാൾ അധികം ഉസ്താദ് കിതാബ് വാങ്ങാൻ പൈസകൾ ചിലവാക്കും. അങ്ങനെ ഒരു സാത്വികനായ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട NM ഉസ്താദ് വർകൾ. ഇന്ന് നമ്മളെ കൂടെയില്ല. ഉസ്താദിൻ്റെ ആ വിയോഗം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമായിരുന്നു. കാരണം ഞാൻ ഏത് വിഷയത്തിലും എന്ത് സംശയങ്ങൾ വരുമ്പോഴും ആശ്രയിച്ചിരുന്നത് ഷെയ്ഖുന NM ഉസ്താദിനെ ആയിരുന്നു. പക്ഷേ ഉസ്താദ് വിട്ടുപിരിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു നഷ്ടമായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ കർണാടക യാത്രയിലും കേരള യാത്രയിലും പ്രസിദ്ധി ആർജിച്ച അബ്ദുഷുക്കൂർ ഇർഫാനിയുടെ വാപ്പ. അതെ. പിന്നീട് ഉസ്താദ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോയത് മർക്കസ് സഖാഫത്ത് സുന്നിയയിലായിരുന്നു. അതെ, 1998-ലാണ് മർക്കസിൽ ചേർന്നു. ഞാൻ കോഴിക്കോട്ടേക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് അന്ന് പോകുന്നത്. അതിന് മുമ്പ് ഞാൻ കോഴിക്കോട്ട് യാത്ര ചെയ്തിരുന്നില്ല. കാരണം ഞങ്ങളെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ വലിയ ഒരു പ്രയാസത്തിൻ്റെ, കഷ്ടത്തിൻ്റെ ജീവിതമായിരുന്നു. ഞാൻ മർക്കസിൽ മുഖ്തസറിൽ ഏകദേശം 98-99 വരെ, എനിക്ക് ഏകദേശം ഒരു 20-22 വയസ്സ് വരെ ഞങ്ങൾ തോക്കയിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ ഞങ്ങളെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. മറ്റേ ചിമിണി കത്തിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. തോക്കയിൽ നിന്ന് വിടുന്നത് വരെ ഞങ്ങളെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഒരു പ്രയാസത്തിൻ്റെ, കഷ്ടത്തിൻ്റെ ജീവിതമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു 15-16 വയസ്സാകുമ്പോൾ, ഞാൻ അന്ന് ഉച്ചിലത്ത് പഠിക്കുന്ന കാലമായിരുന്നു. റമദാനിൽ ദർസ് ലീവ് ഉണ്ടാവുമല്ലോ. ആ റമദാനിൽ അന്നൊക്കെ ഈ മണ്ണിൻ്റെ പണിയുണ്ട്. അതായത് അന്നൊക്കെ വീട് നിർമ്മിക്കുന്നത് ഈ മണ്ണ് കൊണ്ടാണ്, കൂടുതലും കല്ല് കൊണ്ടല്ല. അപ്പോൾ ഈ മണ്ണ് അതിങ്ങനെ നനച്ച് അതൊരു കൊട്ടയിലാക്കി അതിനടുത്ത് നമുക്ക് എന്താക്കണം, ഈ കെട്ടുന്ന ആളുകൾ കൊണ്ടുപോയി കൊടുക്കണം. അത് ഞങ്ങൾ സ്വന്തം തന്നെ എന്താക്കണം, ഉയർത്തി നമ്മൾ തലമേൽ വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ആ ജോലിക്ക് അന്ന് എനിക്ക് 15-16 വയസ്സാണ്.
ആ ആ വയസ്സിൽ ഞാൻ ഈ നോമ്പ് പിടിച്ച് റമദാനിലെ നോമ്പ് പിടിച്ച് ആ ജോലിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അത്രക്കും ഒരു കഷ്ടത്തിൻ്റെ വലിയൊരു കഷ്ടത്തിൻ്റെ ജീവിതമായിരുന്നു. അങ്ങനെ മർക്കസിലേക്ക് ആദ്യം അതിനു മുമ്പ് ഞാൻ എവിടെയും ഒരു ടൂർ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ 22ാമത്തെ വയസ്സിലാണ് 22 തോന്നുന്നുണ്ട് മർക്കസിലേക്ക് ആദ്യം മുഖ്തസറിൽ ചേരാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മർക്കസിൽ പോകുന്നത്. അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ എടുത്തു, മുഖ്തസറിൽ ചേർന്നു. ഞാൻ ഈ മുത്തവ്വൽ കിട്ടിയിട്ടും എനിക്ക് മുഖ്തസർ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. കാരണം എനിക്ക് ഒന്നും കൂടി കൂടുതൽ പഠിക്കണമെന്ന്. അവിടെ അസേരയിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഷരീക്കന്മാർ അവർ മർക്കസിൽ പോയി, അതുപോലെ മർക്കസിലും സയാദിലേക്ക് പോയിരുന്നു. പക്ഷേ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഞാൻ ഈ കൊല്ലം പോകുന്നില്ല, ഞാൻ 1 വർഷം കൂടി ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1 കൊല്ലം ഞാൻ എന്ത് ചെയ്തു, അവരെ കൂടെ പോയില്ല. 1 കൊല്ലം പിന്നെയും ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചു. മർക്കസിൽ പോയിട്ട് മുത്തവ്വൽ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മുഖ്തസർ തന്നെ മതി എന്ന് പറഞ്ഞ് മുഖ്തസറിൽ തന്നെ ചേർന്നു. കാരണം അവിടെ ഒന്നും കൂടി പഠിക്കണമെന്നൊരാഗ്രഹം കൊണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ 4 കൊല്ലം 3 കൊല്ലം മുഖ്തസറും, അതുപോലെ മുത്തവ്വൽ അവ്വലും സാനിയും 2 കൊല്ലം, അതുപോലെ അതിൻ്റെ ശേഷം 1 കൊല്ലം തഖസ്സുസാണ്. 4 കൊല്ലം മർക്കസിൽ പഠിച്ചു. അടുത്തിടെ മതവിദ്യാഭ്യാസ രംഗത്ത് ഉന്നത സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും ഉസ്താദ് മർക്കസ് സഖാഫത്ത് സുന്നിയ തന്നെ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക കാരണം അല്ലതുണ്ടായിരുന്നു? മർക്കസിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ആദർശമായുള്ള പ്രസംഗങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. മാത്രമല്ല അന്നൊക്കെ കാസറ്റായിരുന്നു, ടേപ്പ് റെക്കോർഡിൽ കാസറ്റായിരുന്നു. ഞാൻ മംഗലാപുരത്ത് പോയത് റെക്കോർഡാക്കി അതിനെ കൊണ്ടുവന്ന് എനിക്ക് കേൾക്കുന്നൊരു ശീലമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. പേരോട് ഉസ്താദിൻ്റെ വയത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ അന്നത്തെ പ്രസംഗം കൂടുതൽ നമ്മുടെ നാട്ടിൽ എവിടെ വന്നാലും സുന്നി സലഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദ വിഷയങ്ങളും അതായിരുന്നു ഉസ്താദിൻ്റെ കൂടുതൽ അന്നത്തെ പ്രസംഗങ്ങൾ. അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായും അതിലേക്ക് കൂടുതൽ ആകർഷിതനാവുകയും അതുവഴി മർക്കസിൽ എനിക്ക് പേരോട് ഉസ്താദ് സഖാഫിയാണല്ലോ, അതുകൊണ്ട് മർക്കസ് തന്നെ തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് മർക്കസിൽ പോയത്. അന്ന് ഉസ്താദിൻ്റെ പ്രധാന ഗുരുനാഥന്മാർ മർക്കസിൽ അന്ന് മുഖ്തസറിൽ ആദ്യം പോയപ്പോൾ ഷെയ്ഖുനയുടെ സുൽത്താനുൽ ഉലമയുടെ ബുഖാരി ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ ഇല്ലെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ, അതുപോലെ ചെർഷോല ഉസ്താദ് ഇന്നുള്ള മർക്കസിൽ അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദിൻ്റെ ബാപ്പയാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുത്തവ്വൽ അവ്വലിൽ അതുപോലെ സാനിലും ഒക്കെ തൊയ്ഫ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് അലനല്ലൂർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വാളക്കുളം ഉസ്താദ് അവറുകൾ, അബ്ദുൽ ലത്തീഫ് ഉസ്താദ് അവറുകൾ, അതുപോലെ ബീരാൻകുട്ടി ഉസ്താദ്, അങ്ങനത്തെ അവരൊക്കെ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ അവരൊക്കെ ആയിരുന്നു പ്രധാന ഉസ്താദുമാർ. ഉസ്താദിൻ്റെ ഗുരുനാഥന്മാരിൽ ഉസ്താദിനെ അത്യധികം സ്വാധീനിച്ച ഗുരുനാഥൻ ആരെന്ന് പറയാം? അത് ഒന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തന്നെ. മറ്റൊന്ന് ദർസ് രംഗത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എൻ ഉസ്താദ് അവറുകളാണ്. ഉസ്താദിൻ്റെ പല വിഷയത്തിലും സമതീർത്ഥരായ പല ആലിമീങ്ങളും പറഞ്ഞു കേൾക്കുന്ന നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ പലതും ഉസ്താദിൽ കാണാമെന്നാണ്. നെല്ലിക്കുത്ത് ഉസ്താദുമായിട്ട് വിശേഷിച്ചുള്ള ബന്ധം ഉസ്താദിനുണ്ടായിരുന്നു? അങ്ങനെ ബന്ധം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ള ബന്ധം മാത്രമായിരുന്നു. ഉസ്താദ് കൂടുതൽ ഞങ്ങൾ ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തഖസ്സുസിലായിരുന്നു. കാരണം തഖസ്സുസിൽ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉസ്താദിൻ്റെ അന്ന് അഖീദ ആദർശപരമായുള്ള ക്ലാസ്സാണ് ഉസ്താദിൻ്റെത്. അപ്പോൾ അതിൽ ഉസ്താദുമായുള്ള ചർച്ചകൾ, നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ ക്ലാസ് അങ്ങനെയാണ്, ഒരു ചർച്ച പോലെയാണ്. അങ്ങനെ ആ ചർച്ചയിൽ അങ്ങനെ ആ ഒരു ബന്ധമാണ്. അല്ലാതെ ഇങ്ങനെ കൂടുതൽ വ്യക്തിപരമായി ഉസ്താദിൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടെ റൂമിൽ പോവുകയോ ബന്ധപ്പെടുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതായത് അവരെ ബുദ്ധിമുട്ടാക്കുന്ന വേണ്ട. അതെ. പിന്നെ ഒരു പേടിയായിരുന്നു അന്ന് ഉസ്താദന്മാരുടെ അടുത്ത് പോയിട്ട് റൂമിൽ സംസാരിക്കാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഉസ്താദിൻ്റെ ദർസ് രംഗത്ത് ബഹുമാനപ്പെട്ട അക്കരങ്കടി ഉസ്താദിൻ്റെ ആ ദർസ് മുതൽ തുടങ്ങിയിട്ട് 2001 ഉസ്താദ് മർക്കസ് സഖാഫത്ത് സുന്നിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. 2001 തഖസ്സുസിലെ കന്നഡിക വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് മർക്കസിലെ ചരിത്രത്തിൽ ഒരാൾ ഫസ്റ്റ് റാങ്കോടുകൂടെ പുറത്തിറങ്ങുന്നത്. ഉസ്താദിൻ്റെ ഇത്രയും ഈ ദൈർഘ്യമുള്ള വിദ്യാർത്ഥി ജീവിതത്തിനിടക്ക് അവിസ്മരണീയമായ അനുഭവങ്ങൾ, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഉസ്താദിന് പലതും പറയാനുണ്ടാവും. അതിൻ്റെ ഇടക്കാണല്ലോ ഇവിടെ
വിവാദമായ റസ്മുൽ ഉസ്മാനിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. ആ വിഷയത്തിൽ ഉസ്താദിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ അന്നായിരുന്നു സമൂഹം കൂടുതൽ ഉസ്താദിനെ പറ്റി അറിയുന്നത്. വിദ്യാർത്ഥി ദശയിലായിരുന്നു ഉസ്താദ് പുസ്തകം പോലും ആ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. ഉസ്താദ് ആ വിഷയത്തിൽ ഇടപെടാനുണ്ടായ പ്രത്യേക സാഹചര്യം എന്താണ്? അതായത് ദർസി ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് ഈ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിട്ടും ആ റംളാനിൽ നോമ്പ് പിടിച്ചിട്ട് ആ ജോലിക്ക് പോയത് ദർസി ജീവിതത്തിലൊരു അവിസ്മരണമായ ഒരു സംഭവമാണ്. ഇന്നും ഓർക്കുമ്പോൾ അത് വല്ലാത്തൊരു ഖേദമായി തോന്നുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ദർസ് ഒഴിവാക്കണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നില്ല. സാധാരണ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾ ദർസ് ഒഴിവാക്കിയിട്ട് ജോലിക്ക് പോകും, ബോംബെയിലൊക്കെ ബാംഗ്ലൂരിലൊക്കെ പോകും, അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദർസ് ഒഴിവാക്കണം എന്നൊരു ചിന്ത ദർസ് ചേർന്നത് മുതൽക്ക് ദർസ് കോളേജിൽ പാസ്സാകുന്നത് വരെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടേ ഇല്ല. ദർസ് ഒഴിവാക്കണം, ജോലിക്ക് പോകണം, അങ്ങനെ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ ദർസ് ജീവിതത്തിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ബാപ്പ പിന്നെ ജോലിയില്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു, പ്രായമായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ദർസിൽ എനിക്ക് സഹായിച്ചതും എല്ലാ ഒത്താശകളും ചെയ്തത് എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ്, മുഹമ്മദ് എന്ന് പറയുന്ന ജ്യേഷ്ഠനാണ്. അന്ന് ഞാൻ ഏത് കിതാബ് വാങ്ങുമ്പോഴും അന്ന് സാധാരണ കിതാബുകൾ ഈ എന്നെ മുസാദവറുകൾ കിതാബ് പലതും കൊണ്ടുവരും, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. ആ സമയത്ത് ഞാനും കിതാബുകൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. അന്ന് തന്നെ ഏകദേശം ഒരു 50,000-ലധികം റുപ്പിയുടെ കിതാബുകൾ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. ആ കിതാബുകളൊക്കെ പൈസ തന്നത് എൻ്റെ ജ്യേഷ്ഠനാണ്. അതുപോലെ മർക്കസിലേക്ക് പോകുമ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതിന് ടിക്കറ്റിന് ആവശ്യമായ പൈസകൾ തന്നതൊക്കെ അവനാണ്. അത് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മറ്റൊരു കാര്യം നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച റസ്മുൽ ഉസ്മാനി വിവാദം, അതായത് അത് അന്ന് ഞാൻ തഖസ്സുസിൽ പഠിക്കുന്ന 2001 കാലമാണ്. അന്ന് നമ്മുടെ ഈ കള്ളടുക്ക് അടുത്തുള്ള ബോളന്തൂർ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഒരു പള്ളിയിൽ മർഹൂം അബൂബക്കർ മദനി, അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹം വെള്ളിയാഴ്ച ജുമാക്ക് റസ്മുൽ ഉസ്മാനിയുമായി ബന്ധപ്പെട്ട് കണ്ടു ഒരു പ്രസംഗം നടത്തി. മദ്രസയിലെ കുട്ടികൾക്ക്, അതായത് റസ്മുൽ ഉസ്മാൻ്റെ ഉള്ള പ്രകാരമുള്ള മുസ്ഹഫ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചു അത്രേ. അതായത് അന്ന് മദ്രസ മുഅല്ലിമീങ്ങൾക്ക് ഈ ഖുർആൻ പാരായണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ തജ്വീദ് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ കാണുന്ന എൻ്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം, ഈലാഹ് എന്ന് പറയുന്ന, ഈലാഹുൽ മുഫീദ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ കിതാബ് അദ്ദേഹം വായിച്ചിട്ട് റസ്മുൽ ഉസ്മാനി പ്രകാരമുള്ള മുസാഫ് കൊടുക്കണമെന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിൻ്റെ പേരിൽ അവിടെ വിവാദമുണ്ടായി. അങ്ങനെ വിവാദമുണ്ടായി അവസാനം അന്ന് അതിനെ സംബന്ധിച്ചുള്ളൊരു ഫത്വ ചോദിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഷെയ്ഖുന എന്നെ ഉസ്താദിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഉസ്താദ് അതിൻ്റെ രണ്ട് കൂട്ടരെയും, അതായത് അന്ന് ഈ വിഷയത്തെ എതിർത്ത ആളുകളും അനുകൂലികളുമായ ആളുകൾ, രണ്ട് വിഭാഗം വന്നു. ഉസ്താദിൻ്റെ റൂമിൽ യോഗം നടന്നു, ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ യോഗം നടന്നു. അങ്ങനെ ഉസ്താദ് രണ്ട് കൂട്ടരെയും സമാധാനപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം അവിടെ എഴുതി. അതായത് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന മുസാഫ് കൊണ്ടുവരുന്ന കുട്ടികൾ അത് തന്നെ കൊണ്ടുവരട്ടെ, ഇനി പുതുതായി വരുന്ന കുട്ടികൾക്ക് റസ്മുൽ ഉസ്മാനി പ്രകാരം മുസാഫ് കൊടുക്കാം എന്ന് വളരെ സന്തോഷത്തോടു കൂടി തീരുമാനിക്കുകയും എഴുതി ഒപ്പിടുകയും ഒക്കെ ചെയ്ത് അവിടുന്ന് പിരിഞ്ഞതാണ്. പക്ഷേ പിന്നീട് അതിന് ചില ആളുകൾ ഗ്രൂപ്പിൻ്റെ ലേബൽ കൊണ്ടുവരികയും ഉസ്താദിനെ അസ്ഹരിയിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലരും ഏതെങ്കിലും അതിന് സന്ദർഭം കിട്ടുന്നോ എന്ന് കാത്തു നിന്നിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ സന്ദർഭം മുതലെടുത്തു. അങ്ങനെ ഉസ്താദിന് അവിടെ നിന്ന് പിരിയേണ്ടി വന്നു. അസ്ഹരിയിൽ നിന്ന് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരിയേണ്ടി വന്നു. ഞാൻ ഓർക്കുകയാണ്, അന്ന് ഒരു പണ്ഡിതൻ, ഞാൻ ഇന്ന് പേര് സൂചിപ്പിക്കുന്നില്ല, അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. പക്ഷേ അന്ന് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ റസ്മുൽ ഉസ്മാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദ് ഒരു തീരുമാനോട് കൊടുത്തപ്പോൾ ആ പണ്ഡിതൻ അന്ന് ഒരു പള്ളിയിൽ ജുമാക്ക് അന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അതായത് ഈ അൽ-മുൻജിദ് എന്ന പേരുള്ള ഒരു അറബിക് ഡിക്ഷണറി നിങ്ങൾക്കൊക്കെ അറിയാലോ, അതിൽ ഈ ഖത്തുൽ കൂഫിയുടെ രൂപമുള്ള ഒരു ചിത്രം ഉണ്ടായിരുന്നു അൽ-മുൻജിദിൽ. ഖത്തുൽ കൂഫി എന്ന് പറഞ്ഞാൽ അത് ഫോൺട്ടാണ്, എഴുത്തിൻ്റെ പല ഫോൺട്ടുകളും
ഈ കാണുന്ന ഇതൊക്കെ ഒരു കൂഫി ഫോണ്ടാണ്. അതായത് ഫോണ്ട് പലതും ഉണ്ടാവില്ല. നമ്മൾ ഈ കന്നഡയിൽ ഇംഗ്ലീഷിലൊക്കെ പല ഫോണ്ടുകളുണ്ടല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഇത് കന്നഡയിലുള്ള പല ഫോണ്ടുകളാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഫോണ്ടുകളുണ്ടാവും, എല്ലാ ഭാഷയിലും ഉണ്ടാവും. അതുപോലെ അറബി ഭാഷയിലെ ഒരു ഫോണ്ടാണ് കൂഫി. അതിൽ തന്നെ ഖദീമു ജദീദുണ്ട്. അപ്പോൾ ഈ കൂഫി ഫോണ്ടിൻ്റെ ഒരു ഖദീമായൊരു ഫോട്ടോ അൽ മുൻജിദിലുണ്ടായിരുന്നു. ആ പേജ് അദ്ദേഹം എന്ത് ചെയ്തു, ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് ഒരു ഏകദേശം 100-50 എത്ര അല്ലാഹു അലം കുറച്ച് കോപ്പികൾ അദ്ദേഹം ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ജുമാ ദിവസം അദ്ദേഹം പ്രസംഗിച്ചു. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ അതല്ല. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ 6 നിയമങ്ങൾ ആണ്. അതായത് സാധാരണ ഖിയാസിയായ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള 6 എഴുത്തുകൾ. ചിലയിടത്ത് സിയാദത്തുണ്ടാവും, ചിലയിടത്ത് ഹദ്ഫുണ്ടാവും, കളയലുണ്ടാവും, വസലാക്കേണ്ടതിന് ഫസലാക്കും, ഫസലാക്കേണ്ടതിന് വസലാക്കും, ഇങ്ങനെ. അതുപോലെ ഹംസിൻ്റെ ചില പ്രത്യേകമായ ശൈലിയിലെ എഴുത്തുകൾ. ഇങ്ങനെ 6 നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിയമമാണ് റസ്മുൽ ഉസ്മാനി. അത് ഏത് ഫോണ്ടിലും എഴുതാം, മലബാരി ഫോണ്ടിലും എഴുതാം, കൂഫിയിൽ എഴുതാം, അതുപോലെ നസ്ഖിൽ എഴുതാം, ഏത് ഫോണ്ടിലും അത് എഴുതാൻ കഴിയും. പക്ഷേ ആ നിയമങ്ങൾ പാലിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫോണ്ടിനെ എന്ത് ചെയ്തു, റസ്മുൽ ഉസ്മാനി എന്ന് കാണിച്ചു. ആ കോപ്പി പ്രിൻ്റ് എടുത്ത് വെള്ളിയാഴ്ച സാധാരണക്കാരെ കയ്യിൽ അത് വിതരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് പ്രകാരം വായിക്കണമെന്നാണ് ഈ മൊയ്ലാർ പറയുന്നത്. ഇത് അള്ളാൻ്റെ ഔലിയാക്കൾക്കല്ലാതെ വായിക്കാൻ കഴിയുമോ എന്നാണ് അന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. അങ്ങനെ നമ്മുടെ ഉസ്താദ് ഈ വിഷയത്തിൽ ഭയങ്കരമായി ക്രൂശിക്കിടന്ന ആ സമയത്ത് ഒന്നാമത് ഉസ്താദിൻ്റെ ദർസ് അവർ എന്ത് ചെയ്തു, അവിടുന്ന് ഉസ്താദിൻ്റെ ദർസിൽ നിന്ന് ഒഴിവാക്കി. യഥാർത്ഥ ഉസ്താദ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നല്ലൊരു മാന്യമായ ഒരു ഒരു തീരുമാനമാണ് ഉസ്താദിന് അവിടെ എടുത്തത്. പക്ഷേ ഉസ്താദിനെ അവിടുന്ന് ദർസിൽ നിന്ന് എന്താക്കണം, ഓടിക്കണം എന്ന് സന്ദർഭം കാത്തിരുന്ന ചില ആളുകളാണ് അത് ചെയ്തത്. അങ്ങനെ ഉസ്താദിനെ ഈ വിഷയത്തിൽ ഭയങ്കരമായി ക്രൂശിക്കപ്പെടുന്ന ആ സമയത്ത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു പുസ്തകം എഴുതട്ടേന്ന് ചോദിച്ചു. ഉസ്താദ് എനിക്ക് അനുമതി തന്നു. അങ്ങനെ ആദ്യമായി ഞാൻ പുസ്തകം എഴുതുന്നത്, പ്രകാശനം ചെയ്യുന്നത് ഈ റസ്മുൽ ഉസ്മാനിയുമായി ബന്ധപ്പെട്ടാണ്. റസ്മുൽ ഉസ്മാനി സംശയകളി ഉത്തര എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഞാൻ ആദ്യം എഴുതി. അതിന് ആ റസ്മുൽ ഉസ്മാനിൻ്റെ വിരോധികളായ ആളുകൾ അവരെന്ത് ചെയ്തു, അതിനൊരു മറുപടി ഒരാൾ എഴുതി. അതിന് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, റസ്മുൽ ഉസ്മാനി ശീതല തന്ത്രകളിക്ക് സബള മന്ത്രകളെന്ന് പറഞ്ഞ് രണ്ടാമതൊരു പുസ്തകം എഴുതി. അത് കഴിഞ്ഞു. അങ്ങനെ വിവാദം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജില്ലയിൽ ഭയങ്കര ആളിക്കത്തിയൊരു വിവാദമായിരുന്നു അന്ന്. എല്ലാ സ്ഥലത്തും ഭയങ്കര വിവാദമായിരുന്നു അന്ന്. അതായത് ഒരു പ്രചരണം നടത്തി, മുസ്ഹഫ് ഓതൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായി അന്ന്. അതെ, കത്തിക്കാൻ വേണ്ടി പറഞ്ഞു, മുസാഫ് കരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ. യഥാർത്ഥത്തിൽ അതിവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഈലാഹ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഈ ഈലാഹി എന്ന് പറഞ്ഞ ഇത് അന്ന് മറുവിഭാഗം സമസ്തയുടെ ആളുകൾ പോലും അവരെ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഇത് പുസ്തകമാണ്. ഇത് നമ്മുടെ സമസ്ത അതെ അവിഭക്ത സമസ്തയുടെ പുസ്തകമായിരുന്നു. 89 മുമ്പ് തന്നെ അച്ചടിച്ച പുസ്തകമാണ്. അതിലൊരു അധ്യായം കാണാം, റസ്മുൽ ഉസ്മാനി അറബി എഴുത്തിന് പൊതുവിലുള്ള നിയമത്തിൽ നിന്നും വ്യത്യസ്തമായ നിലക്കാണ് പല സ്ഥലത്തും ഖുർആനിലുള്ള എഴുത്ത്. ഈ എഴുത്തിന് റസ്മുൽ ഉസ്മാനി എന്ന് പറയപ്പെടുന്നു. റസ്മുൽ ഉസ്മാനിയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഖുർആൻ എഴുതുകയോ അച്ചടിക്കുകയോ ചെയ്യുന്നത് 4 മദ്ഹബ് പ്രകാരവും ഹറാമാണ്. ഇത് സമസ്ത 2 മുമ്പുള്ള പുസ്തകമാണ്. സമസ്ത അന്ന് അച്ചടിച്ച പുസ്തകമാണ്. തിരുത്താൻ സാധിക്കാത്ത വിധം റസ്മുൽ ഉസ്മാനി പ്രകാരമല്ലാത്ത അച്ചടിക്കപ്പെട്ട മുസാഫുകൾക്ക് ഹുർമത്തില്ല എന്നും അവ നശിപ്പിച്ച് കളയേണ്ടതാണെന്നും മുഹമ്മദുൽ ഖത്താത്തുൽ ഖുർദി അഷാഫിയുൽ മക്കിയു തൻ്റെ താരീഖുൽ ഖുർആൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കണ്ടോ, റസ്മുൽ ഉസ്മാനി പ്രകാരമല്ലാത്ത മുസാഫുകൾക്ക് ഹുർമത്തില്ല എന്നും അത് കരിച്ചു കളയണമെന്നും സമസ്ത 2 മുമ്പുള്ള സമസ്തയിൽ തന്നെ അച്ചടിച്ചുള്ള ഈലാഹിൽ എഴുതിയ അതാണ് അവിടെ അന്ന് പ്രസംഗിച്ചതും. പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, നമ്മൾ അഥവാ താജുൽ ഉലമയുടെയും സുൽത്താനുടെ നേതൃത്വത്തിലുള്ള ഈ സമസ്തയെ അനാവശ്യമായി അവർ മുസാഫ് കരിക്കാൻ വേണ്ടി പറയുന്ന കൂട്ടരാണ്. മുസാഫിന് ഹുർമത്തില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് വെറുതെ അനാവശ്യമായ വിവാദമാണെന്നുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആ സമയത്ത് കേരളത്തിൽ സുന്നി അഫ്കാർ എന്ന് പറയുന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ ബുൽബുൽ മാസികയിലും ഇത് സംബന്ധമായ ലേഖനങ്ങൾ വന്നു. ഇതിന് വിരുദ്ധമായി, റസൂൽ ഉസ്മാനിക്ക് വിരുദ്ധമായിട്ട് ലേഖനങ്ങൾ വന്നപ്പോൾ അതിനും ഞാൻ എന്ത് ചെയ്തു, മലയാളത്തിൽ തന്നെ ഒരു മറുപടി എഴുതി. റസ്മുൽ ഉസ്മാനി സത്യവും മിഥ്യവും എന്ന് പറയുന്ന ഈ പുസ്തകം. ഇതന്ന് ഞാൻ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എഴുതിയത്. 2001 ഒക്ടോബർ, ഫസ്റ്റ് എഡിഷൻ ഒക്ടോബർ 2001.
അന്ന് ഞാൻ മർക്കസിലായിരുന്നു, തഹസുസിലായിരുന്നു. അന്ന് ഈ ബുൾബുലിൽ വന്ന ലേഖനങ്ങൾക്കും അതുപോലെ തന്നെ സുന്നി അഫ്കാറിൽ വന്ന ലേഖനങ്ങൾക്കുമൊക്കെ മറുപടി ഉൾപ്പെടുത്തിയിട്ടാണ് അന്ന് 2001 പുസ്തകം എഴുതിയത്. അങ്ങനെയാണ് റസ്മുൽ ഉസ്മാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഇടപെടേണ്ടി വന്നത്. അതായിരുന്നു അതിൻ്റെ സാഹചര്യം. അതെ. അന്ന് വലിയ വലിയ അധികാരന്മാരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. ഉസ്താദ് നേരിട്ട് ഏറ്റുമുട്ടുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ ആ വിഷയങ്ങൾ? അതെ, അത് സംവാദം വരെ എത്താനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട്ടിൽ. ഈ വിഷയത്തിൽ റസ്മുൽ ഉസ്മാനുള്ള ഒരു സംവാദത്തിൻ്റെ വ്യവസ്ഥക്കൊക്കെ 2 വട്ടം ഞാൻ പോയിരുന്നു. വ്യവസ്ഥ വരെ തയ്യാറായതാണ്. അതെ അതെ. പക്ഷെ സംവാദം നടന്നിട്ടില്ല, പൊട്ടി വ്യവസ്ഥയിൽ തന്നെ അത് പൊട്ടിയിട്ടുണ്ട്. ഉസ്താദ് വിദ്യാർത്ഥിയായിരുന്നു. അതെ, മർക്കസിൽ വിദ്യാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞ് മർക്കസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഉസ്താദിൻ്റെ ദർസ് രംഗം. അതെ. ഉസ്താദ് സുറത്കലിനടുത്തുള്ള മുക്കയിലാണ് ആദ്യമായി ജോലി നോക്കുന്നത്. അതെ. അങ്ങനെ തുടങ്ങിയ ഉസ്താദിൻ്റെ ദർസ് ജീവിതത്തെപ്പറ്റി ഒരു ചെറിയ വിവരണം. ഞാൻ ആദ്യമായി ദർസ് ഏറ്റെടുത്തത് സുറത്കൽ അടുത്തുള്ള മുക്ക എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. അന്ന് ആ മുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 10-20ഓളം മുത്തഅല്ലിമീങ്ങളുണ്ടായിരുന്നു. അവിടെ 2 വർഷം ജോലി ചെയ്തു. പിന്നെ അവിടെ സാഹചര്യം എനിക്ക് ഒക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ അവിടെ നിന്ന് ഒഴിവായി. പിന്നെ അഡ്യാർ കണ്ണൂരിൽ വന്ന് ദർസ് ഏറ്റെടുത്തു. കേവലം ദർസ് മാത്രമായിരുന്നു, ഖുതുബ ഇമാമത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 4 വർഷക്കാലം അഡ്യാർ കണ്ണൂരിൽ ദർസ് നടത്തി. അതിൻ്റെ ശേഷം അവിടുന്ന് പിന്നെ ഗ്രൂപ്പ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായി. അവിടുന്ന് ഒഴിവാകേണ്ടി വന്നു. അതിൻ്റെ ചരിത്രങ്ങളും വളരെ വിശാലമാണ്, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ 2007 ഞാൻ ഉള്ളാള മുക്കച്ചേരിയിലേക്ക് പോകുന്നത്. 2003 മുതൽക്ക് 2007 വരെ അഡ്യാർ കണ്ണൂരിലും 2007 അവിടുന്ന് ഒഴിവായിക്കൊണ്ട് ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഒരു 2 ആഴ്ച ഞാൻ മഞ്ഞനാടിയിൽ ജോലി ഏറ്റെടുത്തിരുന്നു. പക്ഷെ അവിടുന്ന് ഞാൻ തന്നെ ഒഴിവായി. അതെ, റമദാനിൽ 2 ആഴ്ച ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ അവിടുന്ന് ഒഴിവായി. എനിക്ക് അവിടെ തൃപ്തിയായില്ല. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ ഉള്ളാള മുക്കച്ചേരിയിൽ പോയി 2007 അവിടെ ജോലി ഏറ്റെടുത്തു. 2015-16 വരെ ഞാൻ ഉള്ളാളത്ത് മുക്കച്ചേരിയിലായിരുന്നു. 8 വർഷക്കാലം അവിടെയായിരുന്നു. വലിയൊരു ഭാഗം മുക്കച്ചേരിയിലായിരുന്നു. അതെ. അതിൻ്റെ ശേഷം ഞാൻ മുക്കച്ചേരിയിൽ നിന്ന് മാറിയപ്പോൾ ഇപ്പോഴുള്ള ഈ ദാറുൽ മുസ്തഫ എന്ന സ്ഥാപനം, ആ സ്ഥാപനം സ്ഥാപിക്കുകയും അങ്ങനെ അതിലൂടെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടുള്ളത്. പള്ളി ദർസ് എന്ന ആശയത്തിൽ നിന്ന് ഉസ്താദ് സ്ഥാപനത്തിലേക്ക് മാറാനുള്ള പ്രത്യേക കാരണമല്ലതുണ്ടായിരുന്നു? പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ ആദർശ രംഗത്ത് പ്രസംഗിക്കാനും ലേഖനങ്ങൾ എഴുതാനും സുന്നിവാണി എന്നൊരു പ്രത്യേകമായൊരു പത്രം നിങ്ങൾക്കും അറിയാം. അങ്ങനെ പരസ്യമായി ഈ എല്ലാ അലവലാദികളെയും വഹാബി, മൗദൂദി, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി എല്ലാ ബിദ്അത്തിൻ്റെ കക്ഷികളെയും പ്രസംഗത്തിലും എഴുത്തിലും വിരോധിക്കുന്നത് കൊണ്ട് പൊതുവെ പള്ളികളിൽ ഇനി ജോലി ഏറ്റെടുക്കാൻ പ്രയാസമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു മഹല്ലാകുമ്പോൾ അവിടെ പല വീക്ഷണക്കാരായ ആളുകളുണ്ടാകും, പല ആശയക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി പള്ളിയിലെ മഹല്ലുകളിൽ ജോലി എനിക്ക് പറ്റൂല. ചിലപ്പോൾ ജോലി തരുന്ന മഹല്ലുകൾ തന്നെ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ആദർശപരമായി പരസ്യമായി പ്രസംഗിക്കുന്ന ആളുകളെ പലപ്പോഴും മഹല്ലുകളിൽ നിർത്താറില്ല. കാരണം അവിടെ മഹല്ലുകളിൽ പലപ്പോഴും എന്തുണ്ടാവും, പല ആശയക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യൂല, ജോലിക്ക് നിർത്തൂല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ മഹല്ലുകളിൽ പോയാൽ ശരിയാവില്ല എന്ന് ഞാൻ ചിന്തിക്കുകയും ഒരു സ്ഥാപനമായി മുന്നോട്ട് പോയാൽ എന്തേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴുള്ള ഈ നെച്ചപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് എനിക്കൊരു ക്ഷണം വരുന്നത്. ക്ഷണം പറഞ്ഞാൽ ഇവിടെ ഒരു വയലിന് വന്നിരുന്നു, ഈ നെച്ചപ്പെട്ടിലൊരു സ്വലാത്തിൻ്റെ ഒരു വയലിന്. അങ്ങനെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സെയ്ദ് ഹംസ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിചയമായി. അങ്ങനെ ആ പരിചയമായപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആലോചനയിലുണ്ട് എന്ന വിഷയം അവർക്കറിയുകയും തങ്ങളവർ ഡ്രൈവർ ഒരു ബഷീർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അദ്ദേഹത്തിനെ അയച്ച് ഇങ്ങനെ ആ നെച്ചപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വന്നു. എന്തോ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഒരു കുഗ്രാമത്തിൽ വന്ന് ഞാൻ ഏറ്റെടുക്കുമായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഖളാ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും അന്നിവിടെ വരുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ശൂന്യമായിരുന്നു. ഞങ്ങൾക്ക് താമസിക്കാൻ റൂമില്ല, കുടിക്കാനുള്ള ഒരു വെള്ളത്തിന് അതിൻ്റെ ഒരു സൗകര്യവും ഇല്ല, ഒരു കുളമോ കിണറോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. മുത്തഅല്ലിമീങ്ങൾക്ക് താമസിക്കാൻ പോലും സൗകര്യമില്ല, ഒന്നുമില്ലാത്ത സീറോ ആയിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വാഷ്റൂം പോലും ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു.
പ്രത്യേകമായി ഒരു പുണ്യമുള്ള ഭൂമി എന്ന് പറയാം. ഇതിൻ്റെ നേരെ അക്കരയിൽ അജ്ലമുഗർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയും അതിൻ്റെ മിനാരമൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ ആന്ധ്രാപ്രദേശ് അനന്തപുരം ജില്ലയിലുള്ള പെനുകൊണ്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഹസ്രത്ത് ബാബ ഫഖ്റുദ്ദീൻ സുഹ്റവർദി തൃഷ്ണപ്പള്ളിയിലെ തൊബലയാലം ബാദുഷാ തങ്ങളുടെ ഖലീഫ മഹാനവറുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇസ്ലാമിക പ്രബോധന ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ആ ഒരു ഭൂമിയാണ് ഉസ്താദ് ഇപ്പോൾ നിൽക്കുന്ന ആ പുഴയുടെ നേരെ അക്കരയിലാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ ഒന്നും അല്ലാതിരുന്ന ഒരു കാലത്ത് 800 വർഷം മുമ്പ് ഈ നാട് ഒന്നും അല്ലാതിരുന്ന ഒരു കാലത്ത് മഹാനവറുകൾ ഇവിടെ പ്രബോധന ദൗത്യം നടത്തിയിട്ടുണ്ട്. അതിലൂടെ ആയിരിക്കാം ഈ മേഖലയിൽ ഇസ്ലാം പ്രചരിച്ചത്. അതുപോലെ അതിൻ്റെ നേരെ ഇക്കരയിൽ ഇപ്പോൾ നമ്മുടെ സുന്നത്തി ജമാഅത്തിൻ്റെ ഒരു പക്ഷേ കർണാടകയുടെ ആദർശ രംഗത്തെ ഉമറപ്പടി എന്ന രീതിയിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോഴുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഉസ്താദ് ഒന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ശൂന്യമായിരുന്നു. ഞങ്ങൾ 2 വർഷക്കാലം ഈ പുഴയിൽ ഉള്ള ഈ വെള്ളം പലപ്പോഴും മഴക്കാലത്തൊക്കെ കലങ്ങിയ വെള്ളമാണ്. ആ വെള്ളം കുടിച്ചിട്ടാണ് ഒക്കെ ജീവിച്ചത്. പള്ളിയിൽ തന്നെ ഒരു ചെറിയ റൂമുണ്ടാക്കി, അല്ലെങ്കിൽ തന്നെ പള്ളി ഒരു 50 ആളുകൾ പിടിക്കുന്ന ഒരു ചെറിയ പള്ളിയാണ്. അതിൽ തന്നെ 2 റൂമുണ്ടാക്കിയിട്ട് ഒരു റൂം മറ്റൊരാൾക്കും ഒരു റൂം എനിക്കുണ്ടാക്കിയിട്ട് അങ്ങനെയാണ് 2 കൊല്ലക്കാലം ജീവിച്ചത്. അന്ന് മുത്താലിമികൾക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ സ്ലാബിൻ്റെ മീത്തെ ഒരു ഷീറ്റിട്ട് അതിലാണ് കുട്ടികളൊക്കെ താമസിച്ച് പഠിച്ചത്. പിന്നെ ഭക്ഷണമുണ്ടാക്കാൻ ഒരു ക്യാൻറ്റീൻ്റെ സൗകര്യം ഉണ്ടായിരുന്നില്ല. സ്വലാത്ത് എടുക്കുന്ന ഒരു മജ്‌ലിസ് നടത്തുന്ന അതിൻ്റെ സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ തന്നെയാണ് ക്യാൻറ്റീൻ ഉണ്ടാക്കിയത്. അങ്ങനെ വളരെ പ്രയാസത്തിൽ ദർസ് തുടങ്ങി. അൽഹംദുലില്ലാ പിന്നീട് കുറച്ച് അത്യാവശ്യമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. റോഡുണ്ടായിരുന്നില്ല വരുമ്പോൾ, പിന്നീട് റോഡായി. ഇപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ സുൽത്താനി ബിരുദം കൊടുക്കുന്ന അറബി കോളേജുണ്ട്. അതുപോലെ തന്നെ വിശാലമായ ഏകദേശം 25 ലക്ഷത്തിലധികം ഉറുപ്പികയുടെ കിതാബുകളുള്ള വലിയൊരു കുത്തുബ്ഖാനയുണ്ട്. ദഅവ കോളേജ് നടക്കുന്നുണ്ട്. അതുപോലെ 1 വർഷക്കാലം ഹിഫ്ളുൽ ഖുർആൻ ഉണ്ടായിരുന്നു, സ്കൂളുണ്ടായിരുന്നു. പിന്നീട് ഞാനത് സൗകര്യക്കുറവ് കൊണ്ട് തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആദർശരംഗത്ത് ബിരുദാനന്തര പഠനമെന്ന നിലക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ഫുർഖാനി എന്ന് പറയുന്ന കോഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം അൽഹംദുലില്ലാ 200ഓളം ഫുർഖാനികൾ ഇതിൻ്റെ ഇടയിലായിട്ടുണ്ട്. ഈ വർഷവും അതിൻ്റെ സന്നദ്ധാന പരിപാടിയുണ്ട്. ഫെബ്രുവരി 15-ന് 50-ലേറെ 60ഓളം വരുന്ന പണ്ഡിതന്മാർക്ക് ഈ പ്രാവശ്യം ഫുർഖാനി സനദുണ്ട്. അതിൻ്റെ കൂടെ 14ഓളം വിദ്യാർത്ഥികൾ സുൽത്താനികളായി ഈ വർഷം ഇറങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പദ്ധതികളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക്, മംഗലാപുരം ഭാഗത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഉസ്താദ് പഠനകാലത്ത് തന്നെ എഴുത്തിൽ നല്ല താല്പര്യം കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞ പുസ്തകം ഇറക്കിയതെന്ന് പറഞ്ഞു. ഉസ്താദ് ഒരു ചരിത്ര പ്രസിദ്ധമായ സുന്നിവാണി എന്ന് പറയുന്ന പത്രം നടത്തിയിരുന്നു. അപ്പോൾ ആ പത്രം നടത്താനുള്ള സാഹചര്യമെന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ. സുന്നിവാണി തുടങ്ങുന്നത് ഞാൻ അടിയാർ കണ്ണൂരിലിരിക്കുമ്പോഴാണ്. അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അടിയാർ കണ്ണൂരിൽ മുദരിസായിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ബോറുഗുഡ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു സലഫി പള്ളിയുണ്ട്. അങ്ങനെ ആ പള്ളിയിൽ, ഞാൻ പേര് പറയുന്നില്ല, വഹാബിസത്തിലേക്ക് കൺവേർട്ട് ആയ ഒരാൾ, നമ്മുടെ ജില്ലയിലെ ഒരാൾ, ഒരു പണ്ഡിതൻ അവിടെ വന്നു. അവിടെ ഖുതുബക്ക് വരാറുണ്ടായിരുന്നു വെള്ളിയാഴ്ച അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മില്ലത്തെ ഇബ്രാഹിമിയ എന്ന പേരിൽ ഒരു പത്രം ഇറക്കി. അപ്പോൾ എനിക്ക് രാത്രി അവിടെ നാട്ടിൽ കുട്ടികൾ ഒന്നാം ദർസിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ പത്രം, അത് വെള്ളിയാഴ്ച പ്രകാശനമാണ് അവിടെ നടക്കുന്നത്. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം വിതരണം ചെയ്യാനുള്ള ഉദ്ദേശ പത്രം എങ്ങനെയോ ഒരു കുട്ടിൻ്റെ കയ്യിൽ കിട്ടി. ആ കുട്ടി എനിക്ക് കൊണ്ടുതന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, വെള്ളിയാഴ്ച അവിടെ ജുമാക്ക് അവർ പ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റെ മറുപടി അതേ വെള്ളിയാഴ്ചൻ്റെ അന്ന് എനിക്ക് ഇവിടെ ഇറക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് കിട്ടുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ രാത്രി ഫുള്ള് ഉറക്കൊഴിഞ്ഞ് ആ പത്രത്തിന് ഒരു രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞ് അതിന് മറുപടി എഴുതി. ഒറ്റ രാത്രിയിൽ അതിന് മറുപടി എഴുതി പിറ്റേന്ന് DTP കൊടുത്തു. അങ്ങനെ വെള്ളിയാഴ്ചക്ക്, അത് ചൊവ്വാഴ്ച തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നത്, വെള്ളിയാഴ്ചക്ക് മുമ്പ് വ്യാഴാഴ്ച അത് പ്രിൻ്റ് ആവുകയും ചെയ്തു. അങ്ങനെ അതിന് ഞാൻ മില്ലത്തെ മുഹമ്മദിയ എന്ന് പേരിട്ടു. അയാൾ മില്ലത്തെ ഇബ്രാഹിമി എന്നാണ് ഇട്ടത്, ഞാൻ മില്ലത്തെ മുഹമ്മദിയ എന്ന് പേരിട്ടു. അങ്ങനെ പേരിട്ട് അവിടെ വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമാക്ക് അവിടെ അത് പ്രകാശനം ചെയ്യുമ്പോൾ
ഈ സുന്നി പള്ളിയിൽ, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ഈ പത്രം അതിൻ്റെ മറുപടിയും വന്നു. അവർ പ്രതീക്ഷിക്കാത്തതാണ്, കാരണം അവർക്കറിയില്ല ഇവിടെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഞാനതിന് മറുപടി എഴുതിയിട്ടുണ്ടെന്നും അവർക്കറിയില്ല. പക്ഷേ അവിടെ അത് പ്രകാശനം ചെയ്യുമ്പോൾ അതിന് പൂർണ്ണമായ മറുപടി അതേ വെള്ളിയാഴ്ച ഞാനിവിടെ ഇറക്കുകയും ചെയ്തു. അങ്ങനെ ആ ഇറക്കാൻ അന്ന് സാമ്പത്തികമായി അന്നത്തെ പള്ളിയിൽ, അന്ന് അടിയാർ കണ്ണൂരിൽ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട സാഗർ മുഹമ്മദ് ഹാജിയാണ്, അദ്ദേഹം 2000 രൂപ തന്നു. അങ്ങനെ ആ 2000 രൂപയിലാണ് ഈ പത്രം ഞങ്ങൾ അച്ചടിച്ചത്. അങ്ങനെ ഈ പത്രം വിറ്റ് അതിൽ കുറച്ച് കാശ് നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൈസ എന്താ ചെയ്യുക, നമുക്ക് ഏതായാലും എന്ത് ചെയ്യാം, പിന്നെ സുന്നത്തി ജമാഅത്തിൻ്റെ പത്രം ഇറക്കാൻ തോന്നി. അങ്ങനെ തോന്നുമ്പോഴാണ് മറ്റൊരു സംഭവം അതേ സമയത്ത് നടക്കുന്നു. ഞാൻ വെള്ളിയാഴ്ച, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ ഖത്തീബ് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല, ഖുത്തുബൻ്റെ ജോലി ഉണ്ടായിരുന്നില്ല, ഇമാമത്തും ഉണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിലാണ് ജുമാക്കൂടൽ. പക്ഷേ ഒരു വെള്ളിയാഴ്ച അവിടെ ഒരു 2-3 പുസ്തകങ്ങൾ, ഈ കാണുന്ന സഫല ജീവന എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ സത്യവിശ്വാസ ദിനചരി എന്ന് പറയുന്ന പുസ്തകം 2007 തോന്നുന്നുണ്ട്, 2006-2007 ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഈ 2 പുസ്തകങ്ങൾ എല്ലാ അവിടെ ഏകദേശം പള്ളികളിലൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി എനിക്ക്. അങ്ങനെ ഞാൻ ആ പുസ്തകം ഒരാളിൽ നിന്ന് വാങ്ങി നോക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ശൈലി, ഇത് ആരാണ്, ഇതിൽ വഹാബി എന്നില്ല, ജമാഅത്ത് ഇസ്ലാമി എന്നില്ല, സലഫി എന്നില്ല, ഇതിൽ കാണുന്നത് സ്തുതി പബ്ലിക്കേഷൻസ് എന്നാണ് കാണുന്നത്. സ്തുതി പബ്ലിക്കേഷൻ സഫല ജീവന എന്ന പേരിൽ ഇത് കണ്ടപ്പോൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ശൈലി നോക്കുമ്പോൾ തന്നെ അറിയുമല്ലോ, സുന്നികളെ പുസ്തകവും അസുന്നികളെ പുസ്തകവും വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താവും, മനസ്സിലാവും, അതിൻ്റെ സിയാക്ക് കൊണ്ടും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പുസ്തകമല്ല, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്ർ യുദ്ധത്തിൽ ചെറുപിടിക്കപ്പെട്ട പറ്റി നബി എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നും ചില സ്വഹാബികളെപ്പറ്റി ഏകവചനത്തിലൊക്കെ ശൈലിയൊക്കെ കാണാൻ കഴിഞ്ഞു. അതുപോലെ സുഹുദിനെ സംബന്ധിച്ചതൊക്കെ ഈ സൂഫിയാക്കളുടെ സുഹുദിനെ പറ്റി അത് അനിസ്ലാമികമാണ് എന്നൊക്കെ, അതുപോലെ മദ്ഹബിനെ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ കണ്ടപ്പോൾ ഏതായാലും ഇത് സുന്നികളുടെ പുസ്തകമല്ല എന്ന് ഉറപ്പായി. പക്ഷെ അവർ ഏകദേശം അന്വേഷിച്ച് നോക്കുമ്പോൾ ഏകദേശം സുന്നി പള്ളികളിലാണ് ഈ പുസ്തകം എന്ത് ചെയ്ത് വിതരണം ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിന് മറുപടി എഴുതി, സുന്നികളാണ് വഞ്ചി സുത്തിറുവ സ്തുതി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങിൽ ടൈറ്റിലിൽ ഞാൻ ആ പത്രം എന്താക്കി അച്ചടിച്ചു, 2ാമതും. അങ്ങനെ അച്ചടിച്ചു. അൽഹംദുലില്ലാ. പിന്നീട് അത് സുന്നി വാണി, അന്ന് ആദ്യം മില്ലത്തെ മുഹമ്മദിയാണ് ഇട്ടത്, പിന്നീട് അതിന് സുന്നി വാണി തന്നെ പേരിട്ടു. അത് ഇൻഷാ അല്ലാഹ് പിന്നെ അതിനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് എന്തായത് സുന്നി വാണി ഉണ്ടായത്. ഉണ്ടാകാൻ കാരണം അങ്ങനെയാണ്. അതിപ്പോൾ അതിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുവാണ്. അങ്ങനെ ഏകദേശം ഞാൻ അവിടെ ഒരു വർഷത്തിലധികം അവിടെ ആ സുന്നിവാണി ഇറക്കി. അപ്പോൾ ഈ മുനീർ സക്കാഫി ആയിരുന്നു അതൊക്കെ വിതരണം ചെയ്തിരുന്നത്. അന്ന് അച്ചടിക്കുകയും അതൊക്കെ കൊണ്ടുചെന്ന് മുനീർ സക്കാഫി ആയിരുന്നു. അത് അച്ചടിച്ച് പിന്നെ എല്ലാ പള്ളികളിലേക്കും സമ്മേളനത്തിലും വയതിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നതൊക്കെ മുനീർ സക്കാഫി ആയിരുന്നു. അന്ന് ഒറ്റക്കായിരുന്നു, എൻ്റെ കൂടെ ആരുമില്ല, ഒരു ടീം ആരുമില്ല, അതിൻ്റെ എഡിറ്റേഴ്സോ എഴുത്തുകാരോ ആരുമില്ല, ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു എല്ലാ ലേഖനങ്ങൾ എഴുതുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഞാനായിരുന്നു. അതിൻ്റെ വിതരണമൊക്കെ മുനീർ സക്കാഫിയും പിന്നെ മുത്താലിങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് പത്രം അതിൻ്റെ ലൈസൻസോ രജിസ്ട്രേഷനോ ഒന്നും നടന്നിരുന്നില്ല. അങ്ങനെ ഏകദേശം 1 വർഷമാകുമ്പോൾ എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു പത്രത്തിൽ പലതും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് എനിക്ക് മറുപടി തരണമെന്ന് പറഞ്ഞിട്ട് കത്താണ്, ഒരു വക്കീലിൻ്റെ നോട്ടീസ് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അങ്ങനെ ആ നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ ബീച്ച് റോഡ് പോയി ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി, ഹിന്ദു വക്കീലിനെ കണ്ടു. അയാൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു അതിന് പരുത്ത് തെക്കളേന്ന് പറഞ്ഞു, അതായത് അതിനെ വലിച്ചെറിയാൻ വേണ്ടി അയാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനെ കൊണ്ടുവന്ന് ഞാനൊന്ന് പിന്നെ അതിന് മറുപടി കൊടുക്കാനും പോയില്ല, ഒന്നും വെച്ചില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി, 2007 മാറി ഉള്ളാളത്ത് പോയപ്പോൾ ഞാൻ പിന്നെ തീരുമാനിച്ചു ഏതായാലും അത് റിസ്ക്കാണ്, രജിസ്ട്രേഷൻ ഇല്ലാതെ അതിൻ്റെ ലൈസൻസ് ഇല്ലാതെ പത്രം ഇറക്കുന്നത് റിസ്ക്കാണെന്ന് വിചാരിച്ചു. ഞാൻ ഏതായാലും ലൈസൻസ് വാങ്ങാൻ തീരുമാനിച്ചു. മംഗലാപുരത്ത് DC ഓഫീസ് പോയി അതിൻ്റെ അർജിയൊക്കെ കൊടുത്തു. പക്ഷേ എത്ര കഴിഞ്ഞിട്ടും അതിൻ്റെ ലൈസൻസ് കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ സിയാറത്തിന് പോയപ്പോൾ അജ്മീർ ഡൽഹിയൊക്കെ സിയാറത്തിന് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഓഫീസിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. അവിടെ നമുക്കൊന്ന് പോയിട്ട് സംസാരിക്കാമെന്ന്.
അങ്ങനെ ഇതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. ഡൽഹിയിൽ പോയി, ഓഫീസിൽ പോയി മെയിനും അതിൻ്റെ ഓഫീസറിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അയാൾ എൻ്റെ കയ്യിൽ തരും. യഥാർത്ഥത്തിൽ അത് കയ്യിൽ കൊടുക്കാനില്ല, അത് പോസ്റ്റ് വഴിയിലാണ് അവർ അയക്കേണ്ടത്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, പിന്നെ അവിടെ ഇത്ര സമയമായല്ലോ, പിന്നെ പിന്നെ അർജി കൊടുത്ത് കുറേ കാലമായി, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന്? അപ്പോൾ അയാൾ പറഞ്ഞു അതൊക്കെ സ്റ്റേറ്റിൻ്റെ ആളുകളല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാൾ ചിരിച്ചു. അപ്പോൾ ഏതായാലും എനിക്ക് അപ്പം തന്നെ അതിൻ്റെ ലൈസൻസ് എൻ്റെ കയ്യിൽ തന്നെ തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അന്ന് ഉള്ളാളത്തിൻ്റെ നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരുടെ ടീമുണ്ടായിരുന്നു. അവരോട് വിളിച്ചു പറഞ്ഞു, പിന്നെ നമുക്ക് ഏതായാലും, അതായത് അതിൻ്റെ ഇടയ്ക്ക് അവരൊക്കെ പത്രം ഇറക്കുന്ന ഒരു തീരുമാനത്തിലുണ്ടായിരുന്നു. ഉള്ളാളത്തെ SSFൻ്റെ കീഴിലായിട്ട് ഒരു പത്രം ഇറക്കാനുള്ള ഉദ്ദേശത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആധികാരികമായ ഒരാളോട് പറഞ്ഞു, ഏതായാലും സുന്നി വാണിൻ്റെ ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അമരധ്വനി എന്ന് പറഞ്ഞിട്ട് പത്രം അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു, അമരധ്വനി ഉള്ളാളത്ത് നിന്ന്. അത് ഞാൻ തന്നെയായിരുന്നു അന്നിൻ്റെ ചീഫ് എഡിറ്ററും, ഞാൻ തന്നെയാണ് ലേഖനം എഴുതലും. അപ്പോൾ ഈ തൽക്കാലം ഇത് നിർത്തിവെച്ചിരുന്നു സുന്നിവാണി. അപ്പോൾ നിർത്തിവെച്ച് ഈ അമരധ്വനിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സുന്നിവാണിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ഇനി മുതൽക്ക് നമുക്ക് ഈ പ്രാവശ്യത്തിന് അമരധ്വനിയിൽ കൊടുക്കണം, അടുത്ത ലക്കം മുതൽക്ക് സുന്നിവാണി പേരിലാണ് ഇനി പത്രം വരുന്നത് എന്നൊരു പരസ്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് ചേർന്നു. മീറ്റിംഗ് ചേർന്നപ്പോൾ ആ മീറ്റിങ്ങിൽ ഒരാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അയാൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അയാൾ പിന്നെ ത്വരീക്കത്തിൻ്റെ വിവാദത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ വ്യക്തിയുടെ പേരിലുള്ള ഒരു പത്രം നമുക്ക് സംഘടനയ്ക്ക് വേണ്ട, ഒരു വ്യക്തിൻ്റെ പേരിൽ നമുക്ക് സംഘടനയുടെ പേരിൽ തന്നെ ആക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇത് റിജക്റ്റ് ചെയ്തു, അയാളെ വാക്ക് കേട്ട്. അങ്ങനെ ഞാൻ അവരോട് പിന്നെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഏതായാലും ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇനി സുന്നിവാണിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടിട്ട് അതേസമയം എനിക്ക് 2 പത്രം ഒരേ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പ്രയാസമുണ്ട്, എഴുതാൻ കഴിയില്ല എന്നെ ഒരാളെ കൊണ്ടില്ല. അന്ന് ഞാൻ തന്നെയാണ് അമരധ്വനിയിൽ ലേഖനം എഴുതുന്നത്, അത് ഫുള്ളായിട്ട് ഒരേ സമയത്ത് നടത്തിയിരുന്നു അമരധ്വനിയും. അതെ, അതുവരോട് ഞാൻ പറഞ്ഞു എനിക്ക് 2 പത്രം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും അതിന് ചീഫ് എഡിറ്ററാക്കി മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ യൂനുസ് ഇംദാദി അതുപോലെ മൻസൂർ മദനിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞു നമ്മൾ ഏതായാലും പെട്ടെന്ന് ഒഴിവാകുന്ന വേണ്ട, അവർക്കൊരു സമയം കൊടുക്കുക, ആ സമയത്തിൻ്റെ ശേഷം അവരെന്താവട്ടെ വേറെ ആളാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത കൊല്ലം ഷാബാൻ വരെ ഞാൻ ഈ 2 പത്രം, ഈ സുന്നിവാണി ഉണ്ടാവും, അതും ഉണ്ടാവും. ഷാബാൻ്റെ ശേഷം നിങ്ങളായിരിക്കും നല്ല ഒരാളെ തിരഞ്ഞെടുത്ത് ഒരാളെ എഡിറ്റർ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കരാർ ചെയ്തു. അങ്ങനെ ഞാൻ ആ സമയത്ത് സുന്നിവാണി 16 പേജും അമരധ്വനി 8 പേജും ഈ മുഴുവനും ഞാൻ തന്നെയായിരുന്നു ലേഖനം എഴുതിയിരുന്നത്. ഈ അമരധ്വനിയും സുന്നിവാണിയും എല്ലാ മാസവും എനിക്ക് രാത്രിയും പകലും ഇത് തന്നെയാണ്, ദർസിൻ്റെ കൂടെ ഇതൊക്കെ ലേഖനങ്ങൾ എഴുതണം. അങ്ങനെ എന്തോ റബ്ബിൻ്റെ ഖലാ പ്രകാരം ഞാൻ അവരോട് കൊടുത്ത സമയം ഷാബാനായിരുന്നു. ആ ഷാബാനാകുമ്പോൾ ഉള്ളാളത്തെ വഹാബികൾ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, അമരധ്വനി പത്രത്തിനെതിരെ കേസ് കൊടുത്തു. ലൈസൻസ് ഇല്ലാത്ത, രജിസ്ട്രേഷൻ ആവാത്ത ഒരു പത്രത്തിൽ ഇങ്ങനെ അവർ ഞങ്ങളൊക്കെ വിമർശിച്ച് ലേഖനം എഴുതുന്നു കേസ് കൊടുത്തു. അങ്ങനെ അതേ ഷാബനിൽ ആ പത്രം നിർത്തേണ്ടി വന്നു. പക്ഷേ പിന്നീട് രസം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ പേരിൽ ഉള്ള പത്രം വേണ്ട എന്ന് പറഞ്ഞ ആൾ അന്ന് അങ്ങനെയാണ് പിന്നെ സുന്നിവാണി റിജക്റ്റ് ചെയ്തത്. പക്ഷേ പിന്നീട് അമരധ്വനിക്ക് അവരെന്ത് ചെയ്തു, ഒരു വ്യക്തിൻ്റെ പേരിൽ തന്നെയാണ് എന്താക്കിയത്, രജിസ്ട്രേഷൻ ആക്കാൻ വേണ്ടി അർജിയിട്ടതും ഒരാളുടെ പേരിൽ. അപ്പോൾ സുന്നിവാണി എന്നുള്ളത് ഒരു വ്യക്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞിട്ട് മാറ്റി അവർ വേണ്ടാന്ന് ഓർക്കുകയും പിന്നീട് വ്യക്തിൻ്റെ പേരിൽ തന്നെയാണ് അവർ കൊടുക്കുകയും ചെയ്തത്. ഏതിരുന്നാലും പിന്നീട് എന്ത് ചെയ്തു, അത് ഷാബാനാകുമ്പോൾ ആ പത്രം നിന്നു. പിന്നീട് ഞാൻ സുന്നിവാണിയുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ അവസാനം സുന്നിവാണി നിർത്തിയത് പിന്നെ ഡിജിറ്റൽ വന്നു കൂടുതൽ, അതായത് ആളുകളൊക്കെ മൊബൈലിൻ്റെ പിന്നിലായ സമയമാണ്. പിന്നെ ലേഖനങ്ങൾ വായിക്കുന്നില്ല, പത്രങ്ങൾ വായിക്കുന്നില്ല. അപ്പോൾ പത്രം ചില ആൾ വാങ്ങിയാലും കൊണ്ടുപോയിട്ട് മടക്കി വെക്കും എന്നല്ലാതെ അതിനെ വായിക്കുന്ന സ്വഭാവം കുറഞ്ഞുപോയി. പിന്നെ എനിക്ക് താല്പര്യം കുറഞ്ഞു. കാരണം നമ്മൾ ഇത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ടൊക്കെ ലേഖനം എഴുതിയത് വായിക്കുന്നില്ലെങ്കിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ട് എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്തൊക്കെ തൽക്കാലം പത്രം നിർത്തിയതാണ്. ഈ സുന്നിവാണി നടത്തിയിരുന്ന ആദ്യകാലത്ത് ഇവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഘടനയെ പറ്റി സംസാരിക്കാനോ ഒരു ധൈര്യം ഒരാൾക്കും ഇല്ലാത്ത ആ സമയത്തായിരുന്നു ഉസ്താദ് സുന്നിവാണി തുടങ്ങിയതും അതിനെപ്പറ്റി ആ സംഘടനയെ പറ്റി ലേഖനം എഴുതിയതും. ആ സമയത്ത് ഞാൻ DTP ചെയ്തത് കുദ്രോളിൽ, അവിടെ ഒരാൾ വന്നിട്ട് വല്ലാതെ പേടിപ്പിച്ചതും ഉസ്താദിൻ്റെ കൈ വെട്ടുമെന്നൊക്കെ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉസ്താദിന് എന്തെങ്കിലും ഭീഷണിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു?
സുന്നിവാണി ഏറ്റവും കൂടുതൽ ആദ്യം ലേഖനങ്ങൾ എഴുതിയത് ഈ PFIക്കെതിരായിരുന്നു. PFIന് എതിരെ ശക്തമായ ഒരു പോരാട്ടം അന്ന് കർണാടകയിൽ നടത്തിയത് സുന്നിവാണി തന്നെയാണ്. അന്ന് KFD എന്ന പേരിൽ. അതെ, അത് KFD എന്ന പേരിലായിരുന്നു. ഫസ്റ്റ് എഴുതുന്ന സമയത്ത് KFD എന്നായിരുന്നു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് PFI. അപ്പോൾ അന്ന് ഈ KFDക്കെതിരെ സംസാരിക്കാൻ എല്ലാവരും ഭയപ്പെടുന്ന കാലമാണ്. അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാൻ ഭയപ്പെടുന്ന കാലമാണ്. കാരണം അവരെപ്പറ്റി അവരങ്ങനെ ചെയ്യുന്നവരാണ്, അവരിൽ മറ്റേ ടീമുണ്ട്, അവർക്കെതിരെ വിമർശിക്കുന്നവരെ അവർക്ക് നോട്ടാക്കുന്നുണ്ട്, അവരിൽ പേര് ലിസ്റ്റുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ഒരാളും ഒരു ടീമില്ലാത്തൊരു കാലമാണ്. പക്ഷേ അന്ന് ഒറ്റയ്ക്ക് റബ്ബിൻ്റെ മേലെ തവക്കൽ ചെയ്ത് അവർക്കെതിരെ നിരന്തരമായ ലേഖനം എഴുതി. ഒരു വർഷക്കാലം നിരന്തരമായി അവർക്കെതിരെ എഴുതി. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ആ ലേഖനം കൊണ്ട് ഒരുപാട് ആളുകൾ, അതിലേക്ക് പോയ ആളുകൾ അതിൽ നിന്ന് രാജിവെച്ച് സുന്നത്തി ജമാഅത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ. അപ്പോൾ ആ സുന്നിവാണി കൊണ്ട് അന്നുണ്ടാക്കിയ വിപ്ലവവും അന്നുണ്ടാക്കിയ ഒരു ക്രാന്തി, അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ വഴിയാണ്. കാരണം അന്ന് അവർക്കെതിരെ ഒരാൾ പോലും സംസാരിക്കാൻ ധൈര്യം കാണിക്കാത്ത സമയത്താണ് ഈ സുന്നിവാണിയിൽ പരസ്യമായിട്ട് അന്ന് ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ആ സമയത്ത് പലരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് പല മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഒരാൾ കൈവെട്ടുമെന്നൊക്കെ തലവെട്ടുമെന്നൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഉള്ളാൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അതൊരു 5 വർഷക്കാലം കേസ് നടന്നിട്ടുണ്ട്. പിന്നീട് അത് തീർന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ്, ഞാൻ നമ്മുടെ ദക്ഷിണേന്ത്യ ജില്ലയിലെ ഒരു സ്ഥലത്തേക്ക് വയലിന് വേണ്ടി പോകുമ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, നമ്മുടെ RK മദനി. അദ്ദേഹം എനിക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇവിടെ പരിപാടിക്ക് വന്നാൽ കല്ലെറിയുമെന്നൊക്കെ ചെറുപ്പക്കാരൊക്കെ പറയുന്നുണ്ട്, PFIൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു പറഞ്ഞു. ഞാൻ സാധാരണ വയലിന് പോകുമ്പോൾ അന്ന് എനിക്ക് 800 കാറായിരുന്നു ഉണ്ടായിരുന്നത്, ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു. ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകും രാത്രി വയലിന് പോകുമ്പോൾ. പക്ഷേ അന്ന് ഞാൻ എന്ത് ചെയ്തു, ആരും കൂട്ടിക്കൊണ്ട് പോയില്ല. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പരിപാടിക്ക് പോയി. കല്ലെറിയും മറ്റേതാക്കും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ഒരു കുട്ടിയിൽ ഒരു മുത്താലിമിന് പോലും കൂട്ടാതെ ഞാൻ എന്ത് ഒറ്റയ്ക്ക് അന്ന് പ്രസംഗിക്കാൻ വേണ്ടി പോയി. കല്ലെറിയുന്ന ആളുണ്ടായിട്ടുമില്ല, തടസ്സപ്പെടുത്തുന്ന ആളുണ്ടായിട്ടില്ല. ഞാനവിടെ വയൽ പറഞ്ഞു പ്രസംഗിച്ച് ഞാൻ വന്നു. അങ്ങനെ പലരും പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഉണ്ടായിരുന്നു. ചോദിച്ചാൽ ഞാൻ അന്ന് മംഗലാപുരത്ത് പോകുന്നതും അന്ന് ആദ്യ സമയത്ത് എനിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. ഞാനിത് ഉള്ളാൾ ബന്ധപ്പെടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. അതിന് മുമ്പ് ഈ അടിയാറ കണ്ണൂരിൽ ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു യാത്ര പോകുന്നത്. ബസ്സിലായിരുന്നു പോകുന്നതൊക്കെ, നാട്ടിൽ പോകുന്നതും വരുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും മീറ്റിങ്ങിന് പോകുന്നതൊക്കെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഇവരെ പേടിച്ചിട്ടോ അങ്ങനെ ചെയ്യും അല്ലെ മറ്റേതാക്കും എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ എൻ്റെ കൽബിൽ ഇന്നുവരെ അതങ്ങനെ ഒരു പേടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. ഞാൻ ഭയപ്പെട്ട് മാറിയിട്ടുമില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഈ ഭീഷണികളും അതുപോലെ സുന്നത്തി ജമാഅത്തിൻ്റെ ഉലമാക്കളെ കയ്യേറ്റ ശ്രമങ്ങളൊക്കെ സാധാരണ പലയിടത്തും നടന്നിട്ടുണ്ട്. കോലിളക്കങ്ങൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. വ്യക്തിഹത്യ ചെയ്യലും മറ്റു പലതും തിരിച്ചങ്ങനെ എഴുതി വിടലും, അങ്ങനെ എന്തെങ്കിലും ഉസ്താദ് കയ്യേറ്റ ശ്രമങ്ങളോ മറ്റോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ യാത്രക്കിടയിലോ മറ്റോ വല്ല സമയത്തോ? PFIയുമായി ബന്ധപ്പെട്ടിട്ട് അതെ, ഈ സുന്നിവാണിയിൽ ഉസ്താദിൻ്റെ ശക്തമായ എഴുത്തുകളുള്ള ആ സമയത്ത് സുന്നിവാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല എതിർപ്പുകളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതായത് നമ്മളെ ത്വരീക്കത്തുമായി ബന്ധപ്പെട്ടപ്പോൾ, PFIയുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ആരും ലേഖനം കൊണ്ട് ചെയ്യുന്നതൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു. ഇല്ല ശ്രമങ്ങളോ അതുപോലെ ഒന്നും നടന്നില്ല. ഇല്ല. ഈ പറയപ്പെടും പോലുള്ള ഭീഷണികളൊന്നും ഉസ്താദിനെ ഏശിയിട്ടു ഇല്ല, ഒന്നും ഉണ്ടായിട്ടുമില്ല. അതായത് മൊബൈലിലൊന്നും വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊബൈലിലൊക്കെ പേടിപ്പിക്കൽ ഭീഷണി മെസ്സേജ് അയക്കലുണ്ടായിരുന്നു. അല്ലാതെ എഴുത്ത് മുഖേന അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു സമയമായിരുന്നു. ഇല്ല, വീട് വിടാന്തരം മാസം ഉസ്താദിൻ്റെ പത്രം വരുമെന്ന് കാത്തു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതെ. അപ്പോൾ ഉസ്താദിൻ്റെ ശക്തമായ എഴുത്തും മുനവെച്ചുള്ള എഴുത്തായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ ഈ തൂലിക ചലിപ്പിക്കുന്ന സ്വഭാവം, നേരത്തെ പറഞ്ഞു ഈ നമ്മുടെ മില്ലത്ത് മുഹമ്മദിയ അത് മുതൽക്കല്ലോ മുമ്പേ മർക്കസിൽ നീക്കുമ്പോൾ തന്നെ ഉസ്താദ് റസ്മുൽ ഉസ്മാനിയുമായി ലേഖന ലോകവുമായി എഴുത്ത് ലോകവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉസ്താദിൻ്റെ ശക്തമായ എഴുത്തുകളും നല്ല നിരീക്ഷണങ്ങളും പലരുടെയും ശ്രദ്ധ പിടിച്ച് പറ്റിയതുമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പിന്നിലുള്ള പ്രചോദനമായി ആരെങ്കിലും ഉസ്താദുമാരോ അല്ലെങ്കിൽ ഉസ്താദിന് ആരെങ്കിലും ആ വിഷയത്തിൽ പറയാനുണ്ടോ? എഴുത്തിലേക്ക് പ്രചോദനം നൽകിയ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. പക്ഷേ എനിക്ക് സ്വയം ഉണ്ടായ ഒരു പ്രചോദനമാണ് ആ വിഷയത്തിൽ. ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചില പുസ്തകങ്ങളൊക്കെ സ്കൂൾ സമാജത്തിൽ പുസ്തകങ്ങളുണ്ടാവുമല്ലോ, ആ പുസ്തകങ്ങൾ ഇവിടെയൊക്കെ വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ വായന കൊണ്ട് എനിക്ക് ആ സമയത്ത് തന്നെ ലേഖനങ്ങൾ എഴുതണമെന്ന് തോന്നിയിരുന്നു. ഞാൻ ഉച്ചിലത്ത് പഠിക്കുമ്പോൾ തന്നെ ടിപ്പു സുൽത്താനെ പറ്റി ലേഖനം എഴുതിയിട്ടുണ്ട്. വിശാലമായൊരു ലേഖനം എഴുതി
ചരിത്ര സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ ക്രോഡീകരിച്ച് എഴുതിയ ഒരു ലേഖനം അന്ന് ബഹുമാനപ്പെട്ട ഷാ ഉസ്താദ്, അറന്തോട് ഷാ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ അലമുൽ ഉദാ എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു അന്ന്, ഒരു മാസിക. അതിൽ ഞാനന്ന് ദർസിൽ പഠിക്കുന്ന, ഉച്ചിലത്ത് ദർസിൽ പഠിക്കുന്ന സമയമാണ്, ഏകദേശം ഒരു 18 വയസ്സുള്ള ആ സമയം. ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് വിശാലമായൊരു പഠനം നടത്തുകയും ലേഖനം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് അലമുൽ ഉദാ പത്രത്തിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ പുസ്തകം ചില വായിക്കുമ്പോഴുണ്ടായ ഒരു പ്രചോദനമാണ് എനിക്ക് എഴുത്തിലുണ്ടായ പ്രചോദനം. ഉസ്താദിൻ്റെ കുടുംബജീവിതം, ഭാര്യ, മക്കൾ, കല്യാണം, ഇപ്പോൾ താമസം. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കല്യാണം നടക്കുന്നത് 2003-ലാണ്, ഫെബ്രുവരി 6-നാണ്. അന്ന് ഉസ്താദ് തോക്കയിലല്ലോ, പുരുഷൻകോടിയിലേക്ക്. അതെ, തോക്കയെന്ന് താമസം മാറ്റി പുരുഷൻകോടിയിലായിരുന്നു താമസം. മുക്കത്താണ് ദർസുണ്ടായിരുന്നത്, ആ സമയത്ത് ജോലിയിലുണ്ടായിരുന്നത്. അങ്ങനെ 2003 ഫെബ്രുവരി മാസത്തിലാണ് 6-നാണ് നിക്കാഹ് നടന്നത്. അൽഹംദുലില്ലാ ഇപ്പോൾ 4 കുട്ടികളാണ്. ആദ്യത്തെ 3 കുട്ടികൾ പെൺകുട്ടികളാണ്, അവസാനത്തേത് പിന്നെ ആൺകുട്ടിയാണ്. മുഹമ്മദ് ഷഹീർ എന്നാണ് പേര്. മൂത്ത കുട്ടിയുടെ പേര് ഫാത്തിമത്ത് മുസൈന ഷഹ്മാനാണ്. രണ്ടാമത്തേത് ആയിഷ സുഹൈമ. മൂന്നാമത്തെ മറിയം സഹന എന്നാണ്. 4-മത്തെ ആൺകുട്ടിയാണ്, മുഹമ്മദ് ഷഹീറാണ്. ഭാര്യ ഹന്നത്ത് ആണ്. അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതമാണ്. ഭാര്യ ആയാലും മക്കളായാലും വളരെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ ഒരു കുടുംബജീവിതമാണ്. അൽഹംദുലില്ലാ. ഉസ്താദ് പുരുഷൻകോടിയിൽ നിന്ന് ഇപ്പോൾ ബാളപ്പുണിയിലാണ് ഇപ്പോൾ ഉസ്താദ് താമസം. അതെ, എൻ്റെ ഇപ്പോൾ താമസമുള്ളത് നമ്മുടെ ഇറാ ഗ്രാമത്തിൽപ്പെട്ട, കർണാടകയിലെ ഇറാ ഗ്രാമത്തിൽപ്പെട്ട ബാദപ്പുണി എന്ന് പറയുന്ന മഹലിലാണ് ഇപ്പോൾ എൻ്റെ വീടുള്ളത്. ഉസ്താദിൻ്റെ ഭാര്യ വീടും നിലനിൽക്കുന്നത് അതെ, അവിടെ തന്നെയാണ്. അത് കാരണമായിട്ടാണ് ഉസ്താദ് അങ്ങോട്ടേക്ക് താമസം മാറിയത്. അതായത് ഞാൻ വീടുണ്ടാക്കിയത് സ്വന്തം 2013-ലാണ്. അപ്പോൾ കുട്ടികളൊക്കെ ചെറുതാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയി വീടുണ്ടാക്കിയാൽ പിന്നെ ആണുങ്ങളില്ലാത്ത വീടാണല്ലോ, അപ്പോൾ ഒറ്റയ്ക്ക് അവൾക്ക് താമസിക്കാൻ പേടിയാവും, പ്രയാസമാവും എന്ന് വിചാരിച്ചിട്ട് അവരാണെങ്കിൽ അവരെ അനിയത്തിയും ഒക്കെ ജ്യേഷ്ഠത്തിയൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ അവരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീടുണ്ടാക്കി. അങ്ങനെയാണ് അവിടെ വീടുണ്ടാക്കാൻ കാരണം, വേറൊന്നുമല്ല. ഉസ്താദിൻ്റെ സംഘടനാ പ്രവർത്തനം തുടക്കം. സംഘടന ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നാട്ടിൽ തോക്കയിൽ SSF ഉണ്ടായിരുന്നു. അന്ന് SSFിലൊക്കെ അന്ന് ചെറുങ്ങനെ ആ കാലഘട്ടത്തിൽ അത്ര കൂടുതൽ സംഘടനാ പ്രവർത്തനങ്ങൾ ആ ഭാഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ SSF യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് പിന്നെ ദർസിൽ പോയതിന് ശേഷം പിന്നെ കൂടുതൽ സംഘടനാ പ്രവർത്തനം അന്ന് കുറവാണല്ലോ. അങ്ങനെ മർക്കസിൽ നിന്ന് ഫാരിഗായി വന്ന് ഞാൻ ആദ്യം 1 മാസക്കാലം ഇവിടെ ഉണ്ടായിരുന്നു, തലപ്പാടിയിൽ. നമ്മളെ അബ്ദുൾ റഷീദ് സൈൻ ഉസ്താദ് അവറുകൾ ജോലി ചെയ്യുന്ന തലപ്പാടി പള്ളിയിൽ റമദാനിൽ മൂപ്പര് പിന്നെ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് മംഗലാപുരം താലൂക്ക് SSFൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ അന്ന് ആ സമയത്ത്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ അടിയാർ കണ്ണൂരിലേക്ക് പോയപ്പോൾ കുറച്ച് എന്ന് പറഞ്ഞാൽ അവിടെ 2 വിഭാഗവും ഗ്രൂപ്പ് സംബന്ധമായ വിവാദമുള്ളത് കൊണ്ട് ഞാൻ അന്ന് പിന്നെ ആ സമയത്ത്, അതായത് അടിയാർ കണ്ണൂരിൽ പോയപ്പോൾ അത്ര സജീവത ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉള്ളാളത്ത് വന്നതിന് ശേഷം സജീവമാവുകയും പിന്നീട് SYSൽ ചേരുകയും പ്രവർത്തിക്കുകയും ഇപ്പോൾ അൽഹംദുലില്ലാ അതിന് ശേഷം മുസ്ലിം ജമാഅത്തിനും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ജമാഅത്തിൻ്റെ ഉസ്താദ് മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതെ. അതുപോലെ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു കർണാടകയിൽ. വാസ്തുവിനെ പറ്റിയുള്ള വിവാദം, അതുപോലെ ത്വരീക്കത്തിനെ പറ്റിയുള്ള വിവാദം, പിന്നെ ഉള്ളാളത്തൊരു ജുമാനെ പറ്റിയുള്ള വിവാദം. ആ സമയത്തിൽ ഉസ്താദ് സജീവമായിട്ട് സുന്നിവാണി പത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഉസ്താദിൻ്റെ വാക്കുകൾ. അതായത് വാസ്തു സംബന്ധമായും ത്വരീക്കത്ത് സംബന്ധമായും ഒരുപാട് ക്രൂശിക്കപ്പെട്ടവനാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ പല തെറ്റിദ്ധാരണകളും ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് ചില ആൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഞാനത് കാരണം അവർക്ക് പലർക്കും യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടാണ്. അതായത് ഈ വാസ്തു എന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് എനിക്ക് അന്ന്, അതായത് ഞാൻ മർക്കസിൽ നിന്ന് ഫാരിഗായി വന്നപ്പോൾ മുക്കത്തൊരു സംഭവം നടന്നു. ഞാനിങ്ങനെ പള്ളിയിലുണ്ടാക്കുമ്പോൾ അവിടെ ഒരു വീടിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നാട്ടുകാരനൊരാൾ എൻ്റെ അടുത്ത് ഓടി വന്നു. ഉസ്താദ് അതിൻ്റെ ഈ മറ്റേ കണ്ടിയും അതുപോലെ കിച്ചണും അതുപോലെ തന്നെ എൻട്രൻസിൻ്റെ ഡോറ് വെക്കുമല്ലോ, അത് ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടത്? ഞാൻ ആദ്യമാണ് അത് കേൾക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട്. നമുക്കതറിയില്ലല്ലോ, കാരണം കോളേജിൽ നിന്ന് പാസ്സായിട്ട് വന്നപ്പോൾ ഇത് സംബന്ധമായി തച്ചുശാസ്ത്രം അതുപോലെ വാസ്തുശാസ്ത്രം നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പോയിട്ട് പറയുക അവിടെ? ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ പോയി, ഞാൻ വരാമെന്ന് പറഞ്ഞു.
അങ്ങനെ എൻ്റെ പിന്നെ വേറെയോട് അന്വേഷിച്ചു എന്താണ് ഈ തച്ചുശാസ്ത്രം, എന്താണ് വാസ്തുശാസ്ത്രം. അപ്പോൾ അയാളിങ്ങനെ കുറേ ഇങ്ങനത്തെ ഒരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതിനെ സംബന്ധിച്ച് പഠിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണിത് വാസ്തുശാസ്ത്രം? ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ കണ്ണടയിൽ വാങ്ങി. അതൊക്കെ ഹിന്ദുക്കളതാണ്. അവരെ ദൈവവും മറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുമായുള്ള ഒരുപാട് ഇഷ്കാലുകളും സംശയങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു. എന്താണിത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ ഉള്ളാളത്തുണ്ടാകുമ്പോഴാണ് ഈ വിഷയത്തിൽ കർണാടക ജമിയത്തുൽ ഉലമയുടെ ക്ലാസ് നടക്കുന്നത്. ഷെയ്ഖുന താജുൽ ഫുഖാഹ ബേക്കൽ ഉസ്താദ് അവർകൾ, അള്ളാഹു തആല ഉസ്താദിൻ്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ, ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ ക്ലാസ്സിൽ എനിക്ക് സമ്മതിക്കാൻ സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ക്ലാസ്സിൽ പോയിട്ടുമില്ല. കാരണം അന്ന് എന്തോ നിക്കാഹ് എന്തോ ഉള്ളത് കൊണ്ട് എനിക്കന്ന് ആ ക്ലാസ്സിൽ പോകാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് കുറച്ച് മൊയ്ലാമാർ എൻ്റെ റൂമിൽ വന്നു. ഞാൻ പേര് ഇവിടെ പറയുന്നില്ല, ചില ആൾക്ക് വിഷമം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. കുറച്ച് ഉസ്താദുമാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതായത് ഈ ചികിത്സയും മറ്റ് ഇതൊക്കെയുമായി ബന്ധപ്പെടുന്ന കുറച്ച് ആളുകൾ. അങ്ങനെ അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, ബേക്കൽ ഉസ്താദിൻ്റെ ഈ ക്ലാസ്സിനെതിരെ ഞങ്ങൾ ഒരു ദാരിമിനെ കൊണ്ടുവന്ന് താജ്മഹൽ ഹാളുണ്ടല്ലോ ഉള്ളാളത്ത്, ആ താജ്മഹൽ ഹാളിൽ അതിന് എതിരെ ഒരു പരിപാടി, ഒരു ക്ലാസ് ഞങ്ങൾ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. ആ ദാരിമാരാണ് എനിക്ക് അന്ന് പരിചയമില്ല. പിന്നീട് എനിക്ക് മനസ്സിലായ ദാരിമാരാണെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഷെയ്ഖുന ബേക്കൽ ഉസ്താദിനെതിരെ നിങ്ങൾ അതിനെതിരെ ഒരു ക്ലാസ് വെച്ചാൽ അത് ഒരിക്കലും ശരിയല്ല, ഉസ്താദിനെ ക്ലാസ് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദിനോട് നേരിട്ട് ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ, അതിന് വ്യവസ്ഥ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം തന്നെ ബഹുമാനപ്പെട്ട SP ഹംസ ഖാഫി ഉസ്താദിനെ ഫോൺ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥം ഞാൻ ആ വിഷയത്തിൽ ഇൽത്തിഫാത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ പലരും ഇങ്ങനെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമല്ലോ പൊതുവേ. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സംസാരിക്കുമെന്നല്ലാതെ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ ഇടപെട്ടിട്ടൊന്നുമില്ല. കാരണം ഞാൻ ക്ലാസ്സേ കേൾക്കാത്തവനാണ്. പിന്നെ ഞാനെങ്ങനെ അഭിപ്രായം പറയും? ഞാൻ ക്ലാസ്സിനെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ ക്ലാസ്സിൽ സംബന്ധിച്ച ആളുകൾക്ക് കുറേ ഇഷ്കാലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചർച്ച ചെയ്ത് ഒരു സംശയങ്ങൾ തീർക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു SP ഉസ്താദിനോട്. ഉസ്താദ് ഓക്കെ എന്ന് പറഞ്ഞു. നമുക്കതിനെ ചർച്ച ചെയ്തിട്ട് എന്ത് സംശയങ്ങളുണ്ട് ഉസ്താദിനോട് നേരിട്ട് ചോദിച്ച് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഒരു സിറ്റിംഗ് നമ്മുടെ ദേർലക്കട്ട ഏനപ്പോയ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു പള്ളി ഉണ്ടല്ലോ, അവിടെ അന്ന് നമ്മുടെ മജൂർ അബൂബക്കർ സായിദ് ഉസ്താദാണ് ഖത്തീബ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു മീറ്റിംഗ് നടന്നു. ഇതിനെ സംബന്ധിച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി, വ്യവസ്ഥ സൗകര്യം ഉണ്ടാക്കാൻ, എങ്ങനെ ചർച്ച ചെയ്യുക, എങ്ങനെ അതിൻ്റെ രൂപങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുമിച്ച് കൂടി കുറേ ഉസ്താദന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ശേഷമാണ് ആ ചർച്ച നടക്കുന്നത്. ജമിയത്തുൽ ഉലമയുടെ മുഷാവറിൽപ്പെട്ട ആളുകളും അതുപോലെ കുറച്ച് ആളുകളും. യഥാർത്ഥത്തിൽ ഞാൻ അതിൻ്റെ ഒരു കക്ഷിയായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് കുറച്ച് ആൾ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വേറെ പരിപാടി സംഘടിപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇടപെട്ടത്. പക്ഷേ പിന്നീട് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അവരൊക്കെ നമ്മളെ പരിചയത്തിൻ്റെ ആളുകൾ തന്നെയാണ് ഈ വന്ന ആളുകൾ. അങ്ങനെ ഇത് സംബന്ധമായി ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽക്ക് തന്നെ ഈ വിഷയത്തിൽ എന്താണ് മാലഹു മാലഹി അറിയാത്തവനാണ് ഞാനന്ന്, ഒന്നും അറിയാത്തവനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിക്കണമെന്ന് താല്പര്യം പണ്ടേ ഉള്ളതുകൊണ്ടും ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ അന്ന് ഞങ്ങൾ പോയിട്ടുണ്ട്. ഇവരൊക്കെ പോകുമ്പോൾ ഞാനും പോയിട്ടുണ്ട്. അതായത് ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദിനെ കാണാനും അതുപോലെ തന്നെ എന്താണ് ഈ വിഷയത്തിൻ്റെ, എന്താണ് ഈ വാസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. അതിൻ്റെ ശേഷം ബേക്കൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അതിനെ സംബന്ധിച്ച് സംശയ നിവാരണത്തിന് വേണ്ടി 2 സിറ്റിങ്ങുകൾ നടന്നു. ഉസ്താദിനോട് ചോദിക്കുകയും സംശയങ്ങൾ ഉസ്താദ് മറുപടി പറയുകയും ഒക്കെ ചെയ്ത് രമ്യമായി അത് തീർന്നിട്ടുണ്ട്. പക്ഷെ പുറത്തേക്ക് ഞാൻ ബേക്കൽ ഉസ്താദിനെ എതിർത്തു എന്നും ബേക്കൽ ഉസ്താദിനെ വിരോധിച്ചവനാണ് എന്ന നിലക്കാണ് പുറത്ത് ആളുകൾ പ്രചരിപ്പിച്ചത്. സംഗതി യഥാർത്ഥത്തിൽ ഞാൻ ബേക്കൽ ഉസ്താദിനെ എതിർക്കാനോ വിരോധിക്കാൻ പോയവനല്ല. ഇങ്ങനെ ഉസ്താദിനെതിരെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ആ ക്ലാസ്സിനെതിരെ, ഉസ്താദ് പറഞ്ഞ ക്ലാസ്സിനെതിരെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു വേദി ഉണ്ടാക്കി കൊടുത്തത് മാത്രമാണ് യഥാർത്ഥത്തിൽ. ഉസ്താദിനെതിരെ ഇവിടെ കർണാടക ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്നു ഷെയ്ഖുന ബേക്കൽ ഉസ്താദിനെതിരെ ഒരു ക്ലാസ് വെച്ചാൽ എന്താവും? ഉസ്താദ് ഒരു ക്ലാസ് എടുത്ത് അതിനെതിരെ മറുപടി ആയിട്ട് മറ്റൊരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരുങ്ങിയപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്തിട്ട്
നമുക്ക് നേരിട്ട് തന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഉസ്താദിനോട് നേരിട്ട് ചോദിക്കാം എന്ന നിലയ്ക്ക് തന്നെ ഒരു വേദി ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ. അതിനാണ് ഞാൻ ഒരു ഇടപെട്ടത്. പക്ഷേ എല്ലാം എൻ്റെ തലൻ്റെ മീത്ത് വീണു. ഞാൻ ഉസ്താദിനെ വിരോധിച്ചു എന്നും ഉസ്താദിനെതിരായ ആളാണെന്നും ആളുകൾ പൊതുവെ എന്ത് ചെയ്ത് തെറ്റിദ്ധരിച്ചു പോയത്. വാസ്തവം ഇതായിരുന്നു. അപ്പോൾ പലതും ഇപ്പോൾ ത്വരീഖത്ത് നിങ്ങൾ പറഞ്ഞു, ത്വരീഖത്ത് വിവാദം അതും അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു ഉസ്താദ്? ഈ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഉസ്താദ് അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നത്? ത്വരീഖത്ത് എൻ്റെ വിവാദം ഉണ്ടായത് അതിലും ഞാൻ അനാവശ്യമായി യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ. കാരണം ഞാൻ ഉള്ളാളത്തുണ്ടാകുമ്പോൾ KC റോഡിൽ അന്ന് അവിടെ ഉമർ ഹസനി എന്ന് പേരുള്ള ഒരാൾ മുദരിസായിരുന്നു. അദ്ദേഹം ഒരു തരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ കൈത്തക്കര അദ്ദേഹവുമായി ആ ഷെയ്ഖിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ബന്ധപ്പെടുന്ന ആളാണ് എന്ന നിലയ്ക്ക് അവിടെ വിവാദം ഉണ്ടാവുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. ആ മഹലിലുണ്ടായ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. KC റോഡ് മഹൽ, ഞാൻ അന്ന് ഉള്ളാള മുക്കച്ചേരിയിലാണ്. യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തിനോടൊക്കെ എന്തെങ്കിലും എതിർപ്പോ അല്ലെങ്കിൽ ഇത് വിവാദം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ മുക്കച്ചേരിയിൽ നിന്ന് ഒഴിവാകുന്ന കാലമാണ്, ദർസ് ഒഴിവാകുന്ന കാലം. അന്ന് എൻ്റെ അടുക്കൽ 60 മുത്താലിമികളുണ്ടായിരുന്നു. ഈ മുത്താലിമീങ്ങളെ നെച്ചവെട്ടിൽ കൊണ്ടുവന്ന് താമസിക്കാൻ സൗകര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലമായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ പലയിടത്തൊക്കെ ഞാൻ അയക്കുന്ന കൂട്ടത്തിൽ ഈ ഉമർ ഹസനിക്കും കുറച്ച് കുട്ടികൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എനിക്കോട് അയാളെ ത്വരീഖത്തിനോട് അയാളോട് വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ ആ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളെ അയക്കാൻ വേണ്ടി തീരുമാനിക്കുമോ? ഞാൻ അയാൾക്ക് നേരിട്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പിന്നെ കുറച്ച് കുട്ടികൾ നിങ്ങളെ ദർസിലേക്ക് അയക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എനിക്ക് എല്ലാ കുട്ടികളും കൊണ്ടുപോകാൻ സൗകര്യമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ നിക്കാഹിൻ്റെ സദസ്സിലാണ്, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അയാൾ എനിക്ക് ഫോൺ വിളിക്കാത്തത് കൊണ്ട് ഞാൻ 2 കുട്ടികളെ അയാളുടെ അടുത്തേക്ക് നേരിട്ട് അയച്ചു. ഇത് ഷാബാനിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ഒഴിവായതും ഷാബാനിലാണ് അവിടുന്ന്. ആ സമയത്ത് ഞാൻ അയാളുടെ അടുത്തേക്ക് 2 കുട്ടികളെ അയക്കുന്നത്. അങ്ങനെ 2 കുട്ടികളെ അയച്ചു. അയാൾ പിന്നെ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു വിവാദം തുടങ്ങുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെ അദ്ദേഹത്തിന് ഞാൻ അയാളുടെ അടുത്ത് അയക്കുമോ? അയക്കൂലല്ലോ. അയാളാണ് ഈ ത്വരീഖത്തിൻ്റെ വിവാദം ഉണ്ടായത്. ഈ ഉമർ ഹസനി എന്ന് പറയുന്ന ആളെ മുഖേനയാണ് അവിടുന്ന് ഉണ്ടാക്കുന്നത്. അവിടുന്ന് പിരിച്ചുവിടുന്നത് ആ വിവാദത്തിലാണ്. അങ്ങനെ ആ സമയത്ത് എന്തായെന്ന് പറഞ്ഞാൽ ആ 2015 ആകുമ്പോൾ സുന്നി വാണിൽ ഞാൻ കൂടുതൽ ഇടപെടുന്ന സമയമല്ല അന്ന് പിന്നെ ഞാൻ വേറെ തിരക്കിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പലപ്പോഴും സുന്നി വാണി ആ സമയത്ത് നോക്കാറുണ്ടായിരുന്നില്ല. ആ സമയത്ത് മുഴുവൻ ലേഖനം എഴുതിയിരുന്നതൊക്കെ യൂനുസ് ഇംദാദിയാണ്. അതെയാണ് ഫുള്ള് കൈകാര്യം ചെയ്തിരുന്നത് ആ സമയത്ത്. ചിലപ്പോൾ അതിൻ്റെ കോപ്പിയിൽ എന്ത് ലേഖനം ഉണ്ടെന്ന് പോലും ഞാൻ നോക്കാത്ത കാലമാണ് ആ സമയത്ത്. തീരെ ശ്രദ്ധിക്കാത്ത സമയമാണ്. അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ചിലപ്പോൾ അഡ്യാർ കണ്ടില്ലാന്ന് തോന്നുന്നുണ്ട്, ഉള്ളാള സയ്യിദ് മദനി അറബി കോളേജിലെ സാഹിത്യ സമാജത്തിലെ കുട്ടികൾ ഒരു പുസ്തകം എഴുതി തരാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്വരീഖത്ത് സത്യാന്വേഷികളെയൊന്ന് മാർഗദർശി എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ യൂനുസ് ഇംദാദി ഈ അന്ന് വിവാദം നടക്കുന്ന തരീഖത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പൊതുവെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിൽ ഒരു ഷെയ്ഖിനെ പറ്റി പരാമർശിച്ചില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനമാണിത്, പുസ്തകമാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ സുന്നി വാണിയിൽ അദ്ദേഹം കൊടുത്തു. പക്ഷെ ആളുകൾക്ക് വിചാരിച്ചെന്താണ്, ഞാനാണ് ലേഖനം എഴുതിയത്. ഞാനന്ന് സുന്നിവാണി ഞാൻ പറഞ്ഞല്ലോ തീരെ ശ്രദ്ധിക്കാത്ത സമയമാണ്. അന്ന് എല്ലാം മുഴുവനും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഇംദാദിയായിരുന്നു. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ അദ്ദേഹം ലേഖനമായിട്ട് കൊടുത്തു. അതിൽ ഒരു ഷെയ്ഖിൻ്റെ പരാമർശവും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ്. പൊതുവെ മുത്തലക്കായ നിലക്ക് കള്ള തരീഖത്തിൻ്റെ യഥാർത്ഥ തരീഖത്ത് എന്താണ്, എല്ലാ തരീഖത്ത് എന്താണ്, ചില ഇബാറത്തുകൾ മാത്രമുള്ള ഒരു പുസ്തകമാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അദ്ദേഹത്തെ തരീഖത്തിൻ്റെ വിവാദത്തിൽ പിരിച്ചുവിടുന്ന ഷാബാനിലാണ്, റമദാനിന് മുമ്പാണ്. സാധാരണ ദർസ് വയ്ക്കുന്നത് ഷാബാനിലാണല്ലോ. ഷാബാൻ കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞു, ഷവ്വാൽ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ടാണ് എന്നോട് ഈ ലോകത്തിനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നോട് ഇംദാദി പറയുന്നത്. അതുവരെ ഞാൻ അതിന് ലേഖനം എഴുതിയിട്ടേ ഇല്ല. പിന്നെയാണ് ഞാൻ എന്ത് എഴുതുന്നത്, ലേഖനം തുടരുന്നത്. അപ്പോഴേക്ക് ഈ വിവാദം ആളിക്കത്തുകയും അദ്ദേഹത്തെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിൽ ആ സമയത്തൊന്നും ഇടപെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ആളുകളൊക്കെ വിചാരിച്ചതാണ് ഞാനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, വലിച്ചിട്ടത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് അൽമദീനയിലേക്ക് എൻ്റെ ബണ്ടിയിൽ 800 ബണ്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വന്നു. ഫോൺ എടുത്ത് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദിൻ്റെ ഫോണാണ്. പൊന്മോൾ ഉസ്താദ് ഫോണിൽ പറഞ്ഞത്,
ചോദിച്ചു ഇങ്ങനെ തോക്കെ സക്കാഫിയാണോ? അതെ, തോക്കെ സക്കാഫിയാണ്. എന്ത് ഉസ്താദ് ഞങ്ങളെ നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വമാണല്ലോ. ഞാൻ ഒന്നുമല്ലാത്ത ഒരു ചെറിയ കുട്ടി, ഉസ്താദ് ഇങ്ങോട്ട് ഫോൺ വിളിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഫോണാണ്. ഞാൻ വണ്ടി സൈഡ് ചെയ്തു. അപ്പോൾ എന്ത് ഉസ്താദ് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ അവിടെ ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ടൊരു വിവാദം നടക്കുകയാണല്ലോ, ആ ഷെയ്ഖിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആരോ എൻ്റെ നമ്പർ കൊടുത്തായിരിക്കും, അള്ളാഹു ആലം. കാരണം അന്ന് ജമിയത്തുൽ ഉലമ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു മംഗലാപുരത്ത്. പൊന്മുൾ ഉസ്താദാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത്. ഈ ത്വരീഖത്ത് വിവാദം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, പൊന്മുൾ ഉസ്താദിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഉസ്താദ് എന്നോട് ചോദിച്ചു, ആ ഷെയ്ഖ് എനിക്ക് മറ്റൊന്ന് ക്ലാസ് ഉണ്ട്, അപ്പോൾ ഷെയ്ഖിനെ പറ്റി ചോദിച്ചാൽ എന്തെങ്കിലും എനിക്ക് പറയണമല്ലോ. അപ്പോൾ ആ ഷെയ്ഖിൻ്റെ എന്താണ് അവസ്ഥ, ഹാലെന്താണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ പഠിച്ചിട്ടില്ല അയാളെ പറ്റി. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അയാളെ പറ്റി എന്തെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് പറയണമെന്ന് ഉസ്താദ് പറഞ്ഞു എന്നോട്. അപ്പോൾ ഉസ്താദ് ഇത്രയും വലിയൊരു നേതൃത്വം എന്നോട് പറയുമ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ കഴിയില്ലല്ലോ, ഒരു അതബ് കേടാവൂലേ. അപ്പോൾ ഞാൻ വലിയൊരു റിസ്കിൻ്റെ പണിയാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ, നമ്മളെ ബദിയെടുക്കയിൽപ്പെട്ട ഒരു അബ്ദുള്ള എന്നാണ്, എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പേര് മറന്നുപോയി, അബ്ദുള്ള എന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. പലരുമായി ബന്ധപ്പെട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നമ്പർ കണ്ടുപിടിച്ചു. അങ്ങനെ അയാൾ ഫോൺ വിളിച്ചു. അങ്ങനെ 2-3 ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ ഫോൺ ഞാൻ അവരോട് പറഞ്ഞു, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, സംസാരിക്കുന്നത്. അങ്ങനെ അവർ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത വോയിസ് നമ്മുടെ സംഘടനാ രംഗത്തുള്ള വലിയൊരു നേതൃത്വത്തിന് ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തു. അയാളോട് പറഞ്ഞു, ഞാനിങ്ങനെ ഉസ്താദ് എന്നോട് പൊന്മുൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ അവരോട് സംസാരിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അത് എന്ത് ചെയ്തു, പുറത്തേക്ക് ലീക്കായി. യഥാർത്ഥത്തിൽ ഞാൻ ലീക്ക് ചെയ്തതല്ല, ഞാൻ ആ പുറത്തേക്ക് വോയിസ് വിട്ടിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയും ഉസ്താദ് പൊന്മുൾ ഉസ്താദ് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ ഒരു കാര്യം ചെയ്തു എന്ന് മാത്രം. അങ്ങനെ ഈ വോയിസ് പുറത്തേക്ക് നമ്മളെ ആളിൽപ്പെട്ട ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പേഴ്സണൽ അയച്ചപ്പോൾ അത് പുറത്തേക്ക് എങ്ങനെയോ ലീക്കായി. അവിടെ നിന്നാണ് ലീക്കായത്, ഞാൻ പുറത്തേക്ക് അയച്ചതല്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആ ത്വരീഖത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭാവികളായ ആളുകൾ വളരെ മോശമായ നിലക്ക് എന്നെ തെറി വിളിക്കുകയും അന്ന് സോഷ്യൽ മീഡിയ പൂർണ്ണമായി മലിനമാക്കുകയും ഓരോ തോക്കെ സക്കാഫിയ കർമ്മകാണ്ഡ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന നിലക്ക് 10ഓളം ഇങ്ങനെ ലേഖനങ്ങൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, അതിൽ പലരും എൻ്റെ വിരോധികളായ വ്യക്തിപരമായി എന്നോട് ദേഷ്യമുള്ള ആളുകൾ പലരും അതിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരക്ഷരം പോലും അവർക്കെതിരെ ഞാൻ വ്യക്തിപരമായി പ്രസംഗത്തിലോ എഴുത്തിലോ വാട്സപ്പിലോ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. അന്ന് എഴുതിയ ആളുകൾക്ക് എനിക്ക് ദ്വേഷവും ഇല്ല, ഞാൻ അവർക്കൊക്കെ മാഫാക്കിയിട്ടുണ്ട്. ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവർക്കൊക്കെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പത്രത്തിൽ എനിക്കെതിരെ ഒരു പത്രം തന്നെ അവർ ഇറക്കുകയും ആ പത്രം ഞാൻ ജോലി ചെയ്യുന്ന മുക്കച്ചേരിയിൽ വന്നിട്ട് അതിലുള്ളത് മുഴുവൻ തെറിയാണ്. എന്നെ വ്യക്തിഹത്യ ചെയ്യുകയും എൻ്റെ കുടുംബത്തിനെ മോശമായി എഴുതുകയും എന്തൊക്കെ അവർക്ക് എഴുതാൻ കഴിയും അതൊക്കെ എഴുതിയിട്ടുണ്ട്. മുക്കച്ചേരിയിൽ വന്ന് അവിടെ അങ്ങാടിയിൽ അത് വിതരണം ചെയ്തു. എൻ്റെ ജമാഅത്തിലേക്ക് അതിന് പോസ്റ്റ് വരെ അയച്ചു കൊടുത്തു. മാത്രമല്ല തലക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ്സിൽ നിന്ന് ഒരു കെട്ട് താഴോട്ട് അതിന് ഇട്ടു, ആളുകൾക്ക് പറക്കി കൊണ്ടാൻ വേണ്ടി. അത്രമാത്രം എന്നെപ്പറ്റി വളരെ വളരെ മോശമായ നിലക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വെച്ച മറ്റേ ഇതുണ്ടല്ലോ കട്ടില അത് ഞാൻ വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടില്ല എന്നും, ഇങ്ങനെ നമുക്ക് സ്വപ്നത്തിൽ പോലും അറിയാത്ത വിഷയങ്ങൾ, നമുക്ക് ഊഹിക്കാത്ത വിഷയങ്ങളാണ്. എന്തൊക്കെ അതിൽ വ്യക്തിപരമായ വ്യക്തിഹത്യകൾ ചെയ്ത് ഒരുപാട് എഴുതി. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ഒരാൾക്കും അതിന് മറുപടി കൊടുക്കാനോ എഴുതാനോ സോഷ്യൽ മീഡിയയിൽ എഴുതാനോ ഒന്നും ഞാൻ പോയിട്ടുമില്ല. പക്ഷെ അത് റബ്ബ് നോക്കിക്കൊള്ളുമെന്ന നിലക്ക് ഞാൻ മിണ്ടാതിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ യഥാർത്ഥത്തിൽ അതാണ് ഈ ത്വരീഖത്ത് വിവാദത്തിൽ ഞാനാണ് ഉണ്ടാക്കിയത് എന്ന ആളുകൾ പലരും തെറ്റിദ്ധരിച്ചതാണ്. പിന്നീട് എന്തെന്ന് പറഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞു, ഷെയ്ഖുന താജുൽ ഫുഖഹാവിൻ്റെ നേതൃത്വത്തിൽ മുഷാവറ ചേർന്നു. നമ്മൾ പള്ളി മുകളിൽ അവിടെ ചേർന്ന മുഷാവറയിൽ ബേക്കുൽ ഉസ്താദ് തന്നെ പറഞ്ഞു, ഈ ത്വരീഖത്ത് സംബന്ധമായ ലേഖനം എഴുതാൻ വേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യവും
അതിനുള്ള ഇതും നമ്മൾ തോക്ക സഖാഫി കൊടുക്കാമെന്ന് മുഷാവറിൽ തന്നെ ബേക്കൽ ഉസ്താദ് പറയുകയും അതിന് ശേഷം ഞാൻ ആധികാരികമായി എഴുതുകയും ചെയ്തു. പിൽക്കാലത്ത് ആ ത്വരീഖത്തിന്റെ മറ്റു വിഷയങ്ങൾ ഉസ്താദ് വിശദമായി എഴുതിയിട്ടുണ്ട്. ശരി, അതായത് ഒരു വ്യക്തിയുടെ പേര് എഴുതി ഞാൻ ആ ത്വരീഖത്ത് എന്നുള്ള പ്രസ്ഥാനം അത് പൊതുവെ ഒരു ഒരു ഷെയ്ഖിൻ്റെ പേരെടുത്ത് ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ സുന്നിവാണി വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം, നോക്കാം. ആ പഴയ കോപ്പികൾ. ഷെയ്ഖിൻ്റെ പേര് ഞാൻ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. കൈതക്കര ഹംസ മുസ്ലിയാർ എന്നുള്ള പേര് ഉസ്താദ് ഞാൻ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. ആരും ഞാൻ പൊതുവേ ത്വരീഖത്ത് സത്യം മിഥ്യം ഏതാണ്, യഥാർത്ഥ ത്വരീഖത്ത് എന്താണ് എന്ന നിലയ്ക്ക്, അതുപോലെ ചില സോഷ്യൽ മീഡിയകളിൽ പറയുന്ന ചില വാദഗതികൾ അത് ഞാൻ കണ്ടിച്ചിട്ടുണ്ട്. ചില വാദഗതികളെ അല്ലാതെ ഒരു ഷെയ്ഖിനെ, ഒരു മുഅയ്യനായ ഒരു ഷെയ്ഖിനെ ഞാൻ അതിൽ പരാമർശിച്ചിട്ടേ ഇല്ല. പറയുന്ന ചില വാദഗതികൾ, ആ വാദഗതികളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഖണ്ഡിച്ചിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞു KC റോഡിൽ അവിടെ നിൽക്കുന്ന മുദരീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വിവാദം, അത് ആ ജമാഅത്തിൽ മഹലിന്റെ ഉള്ളിൽ കത്തി നിന്നപ്പോ അത് സംബന്ധമായിട്ട് ഉസ്താദിന്റെ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആരെങ്കിലും ചോദിക്കുകയോ മറ്റോ ഉസ്താദിനോട് ഇത് വിഷയമായി എന്തെങ്കിലും അന്വേഷിക്കുകയോ ചെയ്തിരുന്നോ? അവരുടെ മുദരീസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ചോദിക്കുകയോ ഒന്നും അങ്ങനെ സംഭവം നടന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഉസ്താദിനെ വെറുതെ ഇതിൽ വലിച്ചിഴച്ചതാണ്. അതെ. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ലേഖനം ഞാൻ 2, 3, 4 മാസം ഈ വിവാദം ആളിക്കത്തിയിട്ട് ഒരു 4 മാസത്തിൻ്റെ ശേഷമാണ് ഞാൻ ഇതിൻ്റെ ലേഖനം തുടങ്ങുന്നത് തന്നെ. അതുവരെ ഞാൻ ആ വിഷയത്തിൽ ലേഖനം തന്നെ എഴുതിയിട്ടില്ല. പിന്നെ വാസ്തു സംബന്ധമായിട്ടൊന്ന് പറയാൻ വിട്ടുപോയി. ഞാൻ സുന്നിവാണിൽ പിന്നെ ലേഖനം എഴുതിയിട്ടുണ്ട് വാസ്തു സംബന്ധമായിട്ട്. യഥാർത്ഥത്തിൽ വാസ്തുവിൽ തീരെ വിശ്വാസമില്ലാത്തവനാണ് ഞാൻ ഇന്നും പറയുന്നു, ചില വീടുകളിൽ ബുദ്ധിമുട്ടുകൾ വരും. അതൊക്കെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവും. ചില വീടുകളിൽ ബറക്കത്തുണ്ടാവലും ചിലതിൽ നഷ്ടം ഉണ്ടാവലും അതൊക്കെ ഹദീസിലുള്ളതാണ്. പക്ഷെ ആ ഉണ്ടായതിൻ്റെ കാരണം ഇന്നതാണ് എന്നൊക്കെ ഇവർ പറയുന്നതിൻ്റെ ഫുറൂഇയാത്തുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് തീരെ വിശ്വാസമില്ലാത്തതാണ്. കാരണം അതിന് വ്യക്തമായ തെളിവുകളൊന്നും ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലാഹു അലം. നിർമ്മാണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് ഒരു വിശ്വാസത്തിനും തയ്യാറല്ല. അതായത് അതിൽ പറയുന്ന ചില നിയമങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്കത് പൂർണ്ണമായി വിശ്വാസമില്ല. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഇത്ര മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അനുഭവത്തിൻ്റെ ഞാൻ പലരുമായി ബന്ധപ്പെട്ടവന് കിട്ടിയത്, പലരും പറഞ്ഞത് അതിൻ്റെ ആളുകൾ അനുഭവത്തിലൂടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തജ്രിബത്ത് മുഖേന ഒരാൾ പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് അയാളെ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. ആ എടുക്കുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല. തജ്രിബത്തിൽ ഒരാൾ പറഞ്ഞു ഒരു കുപ്പിയിലുള്ളൊരു വെള്ളമുണ്ട്, ഇതിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വിട്ടു നിന്നു. ചിലപ്പോൾ വിഷം ഉണ്ടാവില്ല, പക്ഷേ അയാളെ അനുഭവം, പിന്നെ എനിക്ക് കുടിച്ച് അങ്ങനെ ആയിട്ടുണ്ട്, അല്ല മറ്റേ സാധനത്തിൽ നിന്ന് അങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിട്ടെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇതുപോലെ ഇഷ്ടമുള്ള ആളുകൾക്കത്, അതിൽ വിശ്വാസമുള്ള ആളുകളോ അതിന് അവർ പറയുന്ന നിയമങ്ങൾ എടുക്കുമെന്ന് എനിക്ക് വിരോധമില്ല എന്നല്ലാതെ അതിൻ്റെ പിന്നാലെ കൂടണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ലേഖനം എഴുതാൻ കാരണം, സുന്നിവാണിൽ അതിന് എഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, തങ്ങളെ ആ വിഷയമായി തങ്ങൾ ഈ മറ്റേ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരാളാണല്ലോ. വീട് നിർമ്മാണിക്കുന്ന സമയത്തും പലതൊക്കെ മൂപ്പർ സൂചിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പൊസോട്ട് തങ്ങളവറുകളെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയപ്പോൾ ഒരു പത്രത്തിൽ, അതിന് നമ്മുടെ നേതൃത്വത്തെ അത്രമാത്രം മോശമാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാതെ വന്നു. അതിന് മറുപടിയായ നിലക്കാണ് ഞാൻ പിന്നീട് സുന്നിവാണി ലേഖനം എഴുതിയത്. അല്ലാതെ ബേക്കൽ ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടല്ല ആ ലേഖനം എന്നത്. പൊസോട്ട് തങ്ങളെ വിമർശിച്ചുകൊണ്ട് വേറൊരാൾ ഒരു പത്രത്തിൽ ആ തങ്ങളെ വിമർശിച്ചപ്പോഴാണ് അതിന് മറുപടി എന്ന നിലക്കാണ് ഞാൻ സുന്നിവാണി ലേഖനം തുടങ്ങാൻ കാരണം. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. പക്ഷേ ഇതൊന്നും പലർക്കും അറിയില്ല, അത്രയേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് എന്ത് എഴുതി എന്ന് അന്ന് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അവർക്ക് അതിൻ്റെ അറിയില്ല. അതുകൊണ്ടായിരിക്കും ഞാനത് ഈ വിഷയത്തിൽ ക്രൂശിക്കപ്പെട്ടതും ഞാൻ ആ ഒരു വിവാദത്തിൻ്റെ ആളായിട്ട് മാറിയതും അതുകൊണ്ടായിരിക്കാം. ബഹുമാനപ്പെട്ട താജുൽ ഫുഖാ ബേക്കൽ ഉസ്താദിനെതിരെ ഉസ്താദ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടത് മറ്റാരെക്കാളും ബഹുമാനപ്പെട്ടവർക്കല്ലേ? അതുകൊണ്ട് മഹാനവറുകൾക്ക് ഉസ്താദിനുള്ള സമീപനം എങ്ങനെയായിരുന്നു? വലിയ ബന്ധമായിരുന്നു. ഉസ്താദിന് വലിയ സ്നേഹമായിരുന്നു. എത്ര പറഞ്ഞാൽ ഉസ്താദിൻ്റെ വീട്ടിൽ തന്നെ നടന്ന ശിഷ്യ സംഗമത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഇതിൻ്റെ ശേഷം ഈ സംഭവത്തിൻ്റെ ശേഷം ഉസ്താദ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഉസ്താദിൻ്റെ വീട്ടിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഉസ്താദ് ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തത്. അതുപോലെ തന്നെ പലപ്പോഴും ഉസ്താദ് ചില വിഷയങ്ങൾ ഫോൺ വിളിച്ചിട്ട് പലപ്പോൾ ഉസ്താദ് ഇങ്ങോട്ടും എനിക്ക് ഫോൺ വിളിക്കാറുണ്ടായിരുന്നു. റമദാനിൽ മറ്റേ അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ എന്ന് പറയുന്ന ദുആ, ആ ദുആക്കെതിരെ പിന്നെ വഹാബികൾ എന്തോ ഒരു വീഡിയോ ഇറക്കിയപ്പോൾ അതിന് മറുപടി ഇറക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു അതിന് മറുപടി കൊടുക്കണം. ഞാൻ അതിന് മറുപടി കൊടുത്തു. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ അവസാന സമയം വഫാത്തിൻ്റെ തൊട്ട് മുമ്പ്
ഉസ്താദിൻ്റെ പല വട്ടവും ഞാൻ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അവസാന ഉസ്താദ് വഫാത്തിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഞാനും എൻ്റെ കൂടെ 2-3 പ്രഗത്ഭരായ വേറെ ഉസ്താദുമാരുണ്ടായിരുന്നു. ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. ഉസ്താദ് റൂമിലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് അവസാനം വീട്ടിലേക്ക് വന്നപ്പോഴാണ്. അപ്പോൾ ഉസ്താദ് എന്നെ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഉസ്താദിനോട്. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ വരാൻ കാത്തു നിന്നതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ മറ്റേ ബുധനാഴ്ച എൻ്റെ നാരിയ സ്വലാത്ത് മജ്ലിസ് ഉണ്ട്, നിങ്ങൾ അതിലേക്ക് വരണമെന്ന് പറഞ്ഞു ഉസ്താദിനോട്. ആ ഉസ്താദെന്ന് പറഞ്ഞു. ആണ് 3-ാമത്തെ ആ ഉസ്താദ് പറഞ്ഞ ദിവസം നോക്കുമ്പോൾ ഉസ്താദിൻ്റെ 3ൻ്റെ ദുആയാണ്. ഉസ്താദിൻ്റെ 3ാമത്തെ ദുആയായിരുന്നു. ആ നിലക്ക് നല്ല ബന്ധമായിരുന്നു ഉസ്താദിനോട്. ഉസ്താദിന് വലിയ സ്നേഹമായിരുന്നു. പലപ്പോഴും ഉസ്താദ് ഫോൺ വിളിച്ച കുറേ നേരം ഉസ്താദ് ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. സുഖമില്ലാത്ത സമയത്ത് എന്നോട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്. ആദ്യം ഉസ്താദ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് റമദാനിൽ നോമ്പ് പിന്നെ തറാവി നിസ്കരിക്കാനൊക്കെ പ്രയാസപ്പെടുന്ന സമയത്ത് ഉസ്താദ് കുറേ നേരം എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ പ്രയാസമാകുന്നുണ്ട്, ബുദ്ധിമുട്ടാകുന്നുണ്ട്, ഒരു അരമണിക്കൂറോളം ഉസ്താദ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. ഉസ്താദിൻ്റെ സ്വകാര്യങ്ങളും ഉസ്താദിൻ്റെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളും പലതും ഉസ്താദ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നല്ല ബന്ധമായിരുന്നു. ബദ്ർ മൗലിദിന്റെ അവസാനത്തിലുള്ള കാല ശൈഖു ദബ്ബാനി അത് സംബന്ധമായിട്ട് ഞാൻ വോയിസ് ഇറക്കിയപ്പോൾ ഉസ്താദ് എന്നെ അഭിനന്ദിച്ച്. അതെ, ഉസ്താദ് എനിക്ക് വോയിസ് വിട്ടിട്ടുണ്ട്. വാസ്തുവിന്റെ സംഭവത്തിന് ശേഷമാണ്, എല്ലാം അതിന് ശേഷമാണ്. ചില ആളുകളൊക്കെ പുറത്ത് പ്രചരിപ്പിക്കുന്ന പോലെ ഒന്നുമല്ല. ഉസ്താദും ഞാനും നല്ല ബന്ധമായിരുന്നു. ഉസ്താദിന് വലിയ സ്നേഹമായിരുന്നു. ഞാൻ പലപ്പോഴും കിതാബുകൾ പിന്നെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉസ്താദിനോട് അറിയിക്കും, ഇങ്ങനെ ഒരു കിതാബുണ്ട്, അപ്പോൾ ഉസ്താദ് എനിക്ക് ആ കിതാബ് വേണമെന്ന് പറയും. ഞാൻ ഉസ്താദിനെ ആ കിതാബ് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് അതിനെ ബൈൻഡാക്കിയിട്ട് ഉസ്താദിന് പല കിതാബുകളും ഉസ്താദ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉസ്താദിൻ്റെ ഗ്രന്ഥശേഖരത്തിൽ ഇപ്പോൾ ഞാൻ കൊടുത്ത ഒരുപാട് കിതാബുകൾ ഉസ്താദിൻ്റെ ഇപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ ഈ വിവാദത്തിൻ്റെ ശേഷമാണ്. ഉസ്താദിനോടൊരു ചോദ്യം, ഒരു വികാരപരമായ ചോദ്യമായിരിക്കാം. ഇങ്ങനെ ഈ വാസ്തു സംബന്ധമായിട്ടും ത്വരീക്കത്ത് സംബന്ധമായിട്ടും സ്വന്തക്കാർ അഥവാ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഉസ്താദിന് പഴി കേൾക്കേണ്ടി വന്നപ്പോൾ ഉസ്താദിന് എപ്പോഴെങ്കിലും ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ടെൻഷനോ പോലെ വല്ലതും? ആശയ സംബന്ധമായിട്ടും ആദർശ സംബന്ധമായിട്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ഞാൻ ആ വിഷയത്തിൽ ടെൻഷൻ എടുക്കാറില്ല. അതേസമയത്ത് നമ്മുടെ സംഘടന സംബന്ധമായിട്ടോ ചിലപ്പോൾ ഉള്ളിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാനപ്പോൾ എന്താവും, മൂഡ് ഔട്ടാവും, ഫീലിംഗ് ആവും. ആദർശപരമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കതിനെ ഗണ്ണിക്കാനേ തോന്നുള്ളൂ. എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ഗണ്ണിക്കാൻ തോന്നുന്നല്ലാതെ വിട്ടുനിൽക്കാനോ മാറിയിക്കാനോ അപ്പോൾ ഞാൻ ചിന്തിക്കാറില്ല. അതേസമയത്ത് സംഘടനാ സംബന്ധമായിട്ട് നമ്മളെ ഉള്ളിൽപ്പെട്ട ആളുകളൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ മാനസികമായ പ്രയാസം തോന്നാറുണ്ട്. പലപ്പോഴും പൊതുവെ ഞാൻ ഒരു കിതാബ് നോക്കുന്ന ആളല്ല എങ്കിലും എന്നെക്കൊണ്ടാകുന്ന നിലയ്ക്ക് കിതാബ് മുതാല ചെയ്യലും എഴുത്തും എനിക്കതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് രസമുണ്ടാകുന്ന ലതത്തുണ്ടാകുന്ന കാര്യതാണ്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്തൊക്കെ അതിന് വിഘാതമുണ്ടാക്കുന്ന ചില ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അപ്പോൾ ടെൻഷൻ ആവലുണ്ട്, ഫീലിംഗ് ആവലുണ്ട്. മംഗലാപുരത്ത് ഒരു സംവാദം നടന്നിരുന്നു. അതിൻ്റെ വ്യവസ്ഥ ഇവിടെ നെച്ചപ്പെട്ടിൽ തന്നെയായിരുന്നു നടന്നത്. അതിനുശേഷം സംവാദം നടന്നു. ആ സംവാദത്തിനെ പറ്റി? ആ സംവാദം യഥാർത്ഥത്തിൽ ഒരു യാദൃച്ഛികമായിരുന്നു ഞാൻ ഇടപെടുന്നത്. അതായത് ഞാനും അന്ന് ഇവിടുന്ന് ആദ്യകാലമാണ്, 2016 സംവാദം നടക്കുന്നത്. നമ്മൾ വന്ന കാലമായിരുന്നു അന്ന്. പിന്നെ ഞാൻ ഉണ്ടാകുന്ന സമയം രാത്രി നമ്മുടെ മല്ലി സഖാഫി എന്നോട് വിളിച്ചു പറഞ്ഞു, രാത്രിയാണ് വിളിച്ചു പറയുന്നത്, നാളെ പിന്നെ നെച്ചപ്പെട്ടിലേക്ക് ഞാൻ കുറച്ച് സലഫികൾ വരുന്നുണ്ട്, ഒരു വാദപ്രതിവാദം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, വ്യവസ്ഥ ചെയ്താൽ വേണ്ടി നാളെ വരുന്നുണ്ട്. എനിക്ക് രാത്രിയാണ് വിളിച്ചു, നാളെ രാവിലെ വിളിച്ചുകൊണ്ട് പിന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ ഇപ്പോൾ നാളെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥയ്ക്ക് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മാറിയാലോ? ഞാൻ ആ വിഷയത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ടവനല്ല. ഈ മല്ലി സഖാഫിയും അവരും എന്തോ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ട് അവർ തമ്മിലുണ്ടായതാണ്. ഞാൻ ആ ഗ്രൂപ്പിലും ഇല്ല, വാട്സപ്പ് ഗ്രൂപ്പിലും ഇല്ല, എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ഞാൻ മാറിയാൽ ഇയാളും മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ സുന്നത്തി ജമാഅത്തിൻ്റെ ചീത്തപ്പേരാവുമല്ലോ, പേടിച്ച് സുന്നികൾ മാറി എന്ന് ഒരു പേര് വരുമല്ലോ. ഇത് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, രാവിലെ എനിക്ക് സമയമില്ല, കാരണം നാളെ രാവിലെ ഞാൻ സുള്ളിയത്ത് ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്, അതിന് പോകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് സുള്ളിയത്ത് പോകാനുണ്ട്, നിങ്ങൾ ഉച്ചൻ്റെ ശേഷം വരിയെന്ന് പറഞ്ഞു. അതെ, ഉസ്താദിൻ്റെ വീട്ടിൽ നിന്നൊരു പരിപാടിയാണ്. അങ്ങനെയാണ് യാദൃച്ഛികമായിട്ട് എനിക്കത് സമ്മതിക്കേണ്ടി വന്നത്. അങ്ങനെ അന്ന് ഉച്ചൻ്റെ ശേഷം അവർ വന്നു, വ്യവസ്ഥകൾ നടന്നു. അങ്ങനെയാണ് ആ വാദപ്രതിവാദത്തിൻ്റെ ഒരു കളം ഒരുങ്ങുന്നത്. അത് പിന്നെ മംഗലാപുരത്ത് സംവാദമായിട്ട് അതെ 2016 ഡിസംബർ മാസത്തിലാണ്. അതെ. ഉസ്താദിൻ്റെ ആദ്യ സംവാദം എന്നായിരുന്നു?
ഒരു വ്യവസ്ഥാപിതമായ സംവാദം അതായിരുന്നു. അല്ലാത്ത ചർച്ചകൾ മർക്കസിലുണ്ടാക്കുമ്പോൾ ഞാനും കുറ്റ്യാടി അബ്ദുൾ റഷീദ് സഖാഫിയും പല ചർച്ചകളിലും വഹാബികളുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. മുഖാമുഖങ്ങളിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ട് മർക്കസിൽ പഠിക്കുന്ന സമയത്തൊക്കെ. ഒരു വ്യവസ്ഥാപിതമായ, അതുപോലെ തന്നെ വന്നതിന് ശേഷവും വഹാബികളോടുള്ള ചർച്ചയിലേക്ക് പലത്തും ചോദിക്കാനും ഒക്കെ കൃഷ്ണാപുരത്തും പോയിട്ടുണ്ട്. അതുപോലെ കാർക്കലയിൽ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ സംവാദം നടക്കുന്നത് അതാണ് ആദ്യം. ഉസ്താദ് പുസ്തകരചന ഒരുപാട് നടത്തിയിട്ടുണ്ട്. കന്നഡയിൽ ആദ്യം റസ്മുൽ ഉസ്മാനി വന്നു, പിന്നീട് തറാവീഹ്, മദ്ഹബ് മത്ത് തക്കലീദ്, അതുപോലെ ഷേഖ് ജീലാനി മത്തുറാത്തീബ്, ഇങ്ങനെ ഒരുപാട് കന്നഡ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 100 കണക്കിന് ലേഖനങ്ങൾ സോവനീറുകളിലും സ്മരണികകളിലും മറ്റുമായിട്ട് ഉസ്താദിൻ്റെ ധാരാളം ഉണ്ട്. പിന്നീട് ഉസ്താദ് ഈ അടുത്ത കാലത്തായിട്ട് അറബി ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉസ്താദ് അതിനെ സംബന്ധിച്ചിട്ട് ഒരു വിവരണം തരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുത്തിൽ ആദ്യമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ എഴുതാൻ തുടങ്ങിയത് മർക്കസിൽ ഉണ്ടാകുമ്പോഴാണ്. മർക്കസിൽ മുഖ്തസറിൽ തന്നെ ഞാൻ തറാവി സംബന്ധമായ പുസ്തകം എഴുതാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 2 വർഷക്കാലം തറാവിനെ പറ്റിയുള്ള വിശാലമായൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഞാൻ റസ്മുൽ ഉസ്മാനി എഴുതുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചാലിയത്ത് കുത്തുബ്ഖാനയിൽ പോയിട്ടുണ്ട്, സിറാജുൽ ഹുദയിൽ പോയിട്ടുണ്ട്. അങ്ങനെ പല കുത്തുബ്ഖാനിൽ പോയിട്ട് റസ്മുൽ ഉസ്മാനിയുമായി ബന്ധപ്പെട്ട ഇബാറത്തുകൾ ശേഖരിച്ചിട്ടുണ്ട്. കാരണം റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ അന്നൊരു പുതിയ വിഷയമാണ്. മറ്റൊരു പ്രസംഗങ്ങളിൽ കേൾക്കുന്ന പോലത്തെ ഒരു വിഷയമല്ലല്ലോ, അതിനെപ്പറ്റി പുതിയൊരു വിഷയമാണ്. അപ്പോൾ പഠനം നടത്താൻ വേണ്ടി പല കുത്തുബ്ഖാനിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തറാവീനെ പറ്റിയും പഠനം നടത്തുകയും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം മുഖ്തസറിലാണോ മുത്തവ്വലിലാണോ എന്ന് തോന്നുന്നുണ്ട് തറാവിനെ സംബന്ധിച്ച് ഞാൻ ലേഖനം, അതായത് അബ്ദുൽ ജബ്ബാർ മൗലവി തറാവിനെ പറ്റി എഴുതിയ ഒരു വിശാലമായൊരു ലേഖനം ഉണ്ടായിരുന്നു. അതിന് മറുപടി എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു പുസ്തക രൂപത്തിലാണ് എഴുതിയത്. അങ്ങനെ അത് പ്രിൻ്റായി വരുന്നതിന് മുമ്പാണ് ഈ റസ്മുൽ ഉസ്മാനി വിവാദം ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നെ റസ്മുൽ ഉസ്മാനി പുസ്തകം എഴുതി, അതാണ് തുടക്കം. അപ്പോൾ കന്നഡ പുസ്തകത്തിന് തുടങ്ങി, പിന്നെ ഒരു മലയാള പുസ്തകം എഴുതി, പിന്നീട് പിന്നെ സുന്നി വാണി എന്നുള്ള പത്രമായി. പിന്നെ അവസാനം ഞാൻ പിന്നെ ചിന്തിച്ചു, ഏതായാലും നമ്മൾ അറബി തസ്നീഫാത്തിൽ, കാരണം കന്നഡ പുസ്തകങ്ങളും പത്രങ്ങളൊക്കെ വായിക്കുന്ന കാലം പോയി, ഇനി വായിക്കുന്നില്ല. കിതാബുകളാണെങ്കിൽ ഉസ്താദുമാരും പണ്ഡിതന്മാരൊക്കെ മുത്താല ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിതാബ് രംഗത്തേക്ക്, തസ്നീഫിൻ്റെ രംഗത്തേക്ക് പോകാമെന്ന് ചിന്തിക്കുകയും അൽഹംദുലില്ലാ ആദ്യമായി പിന്നെ ഈദ് മീലാദിനെ പറ്റി, അതെ, തഫ്രീഹുൽ ഫുആദ് ബി അദില്ലത്തിൽ ഇഹ്തിഫാലി ബിൽ മീലാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം എഴുതി. അതിൻ്റെ ശേഷം തഹക്കീമുമായി ബന്ധപ്പെട്ട ഒരു കിതാബ് എഴുതി. അതുപോലെ നസ്ഖുൽ വിജാഹ് അൻ ഫസ്ഖിൻ നിക്കാഹ് എന്ന് പറയുന്ന ഫസ്ഖ് സംബന്ധമായുള്ളൊരു ഗ്രന്ഥം എഴുതി. അതിന് ശേഷം പിന്നെ അൽ ഖൗലു സയ്യിത്ത് എന്ന പേരിൽ ഫി സ്വലാത്തിൻ നിസായ് അൽ മയ്യത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കിതാബ് എഴുതി. ഈ കിതാബ് പറ്റി മംഗലാപുരത്ത് സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് ഈ കിതാബ് ഇറങ്ങിയ ആ സമയത്ത് ബഹുമാനോട് പേരോട് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട്, അത് സ്ത്രീകൾക്കുള്ള മയ്യത്ത് നിസ്കാരത്തിനെ പറ്റിയുള്ള ഈ കിതാബിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പേരോട് ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ ഒരു കിതാബ് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ മുഹീദ്ദീൻ സഖാഫി ഇങ്ങനെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, എല്ലാവരും ഈ കിതാബ് ഒന്ന് വായിക്കണം എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞത് ഓർക്കുകയാണ്. അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ, അതായത് വഹാബികളും മൗദൂദികളും തബ്ലീഗ് ജമാഅത്തുകാരും ഒക്കെ അവരൊക്കെ പറയുന്ന ആശയങ്ങൾക്ക്, അവരുടെ വാദഗതികൾക്ക് മറുപടി എന്നുള്ള വിശാലമായ ഒരു ഗ്രന്ഥം എഴുതണമെന്ന്. അൽഹംദുലില്ലാ അത് ഏകദേശം അതിൻ്റെ 3/4% എഴുതി കഴിഞ്ഞിട്ടുണ്ട്. 4 വാള്യത്തോളം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതിന് 1-ാം വാള്യം ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഫെബ്രുവരി 9-ാം തീയതി പ്രകാശനം ചെയ്യും. ചിലപ്പോൾ 4-നേക്കാൾ അധികവും 5-6 വരെ എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ വിശാലമായൊരു ഗ്രന്ഥമാണ്. ഇൻഷാ അല്ലാഹ് അത് പൂർണ്ണമാകാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ മൊത്തം ഉസ്താദ് 7 അറബിക്ക് കിതാബുകളും ഒരു 11 കന്നഡ പുസ്തകങ്ങളും ഒരു മലയാള പുസ്തകവും എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ അറിവിൽ ഇപ്പോൾ പെട്ടിട്ടുള്ളത്. അതെ, അതുകൂടാതെ 100 കണക്കിന് ലേഖനങ്ങളും ആനുകാലികകളും മറ്റും. തറാവീഹ് പുസ്തക രൂപത്തിൽ വരുന്നതിന് മുമ്പ് ഹൂദോട്ടയിലും മറ്റോ ലക്കങ്ങളായി ലേഖനം സമാഹരിച്ചിരുന്നു. ഹൂദോട്ടയിൽ ലേഖനം എഴുതിയിട്ടുണ്ടാവും, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. ഇപ്പോൾ ലേഖനം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. സ്ഥാപനത്തിൻ്റെ ഭാവി പരിപാടികൾ ഇപ്പോൾ നമ്മുടെ അടുത്ത മാസമാണ് 10-ാം വാർഷികം കൊണ്ടാടാൻ വേണ്ടി പോകുന്നത്. അതെ, ദർസിൻ്റെ 25-ാം വാർഷികവും സ്ഥാപനത്തിൻ്റെ 10-ാം വാർഷികവും ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 13, 14, 15 തീയതികൾ നടക്കുന്നു. 60ഓളം വരുന്ന ഫുർഖാനികൾക്കും ഒരു 14ഓളം വരുന്ന സുൽത്താനികളും ഈ പ്രാവശ്യം പണ്ഡിതന്മാരായി ബിരുദധാരികളായി ഇൻഷാ അല്ലാഹ്
കർമ്മരംഗത്തിലേക്ക് ഇറങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. ഉസ്താദ്, അവസാനമായി ആദർശ രംഗത്ത് നമുക്കിപ്പോൾ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വഹാബിസം പലതായി പൊട്ടിപ്പോയിട്ടുണ്ട്. ഇന്നിപ്പം വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കള്ളത്തൊരീക്കത്തുകാരാണ്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പഴയ കാലത്ത് ദർസ് സിലബസിൽ ഉൾപ്പെടുത്തിയ അഖീദയുടെ കിതാബുകളെ പോലെ ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് പുതിയ ഒരു രചന അഥവാ പുതിയ ഒരു സമ്പ്രദായം ദർസ് രംഗത്ത് ഉൾപ്പെടുത്തേണ്ടതല്ലേ പഠനത്തിൽ? ആ വിഷയത്തിന് ഉസ്താദിന് എന്ത് പറയാനുണ്ട്? അതായത് നമ്മുടെ ഗ്രന്ഥങ്ങൾ, നമ്മുടെ ദർസുകളിൽ പഠിക്കുന്ന ശറഹുൽ അഖായിദ്, അതുപോലെ തന്നെ ജൗഹറത്തു തൗഹീദ്, അതുപോലെ സനൂസി, ശറഹുൽ മഖാസിദ് തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ, അതും ഇന്നും കാലഘട്ടത്തിൻ്റെ അനിവാര്യം തന്നെയാണ്. കാരണം വഹാബിസം എന്ന് പറയുന്നത് അവർക്ക് കേവലം ഇസ്തിഗാസയും തവസ്സുൽ തുടങ്ങിയുള്ള വിഷയങ്ങൾ മാത്രമല്ല, അശാഇറത്തിനെ നഖശികാന്തമായി എതിർക്കുന്നവരാണ് വഹാബികൾ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് ഷർലക്കായുള്ള ചർച്ചകളൊക്കെ നമുക്കറിയാമല്ലോ. ഹർഫ് സൗത്തില്ല അള്ളാഹുവിൻ്റെ കലാമിന്, നഫ്സിയായ കലാമാണ് അള്ളാഹുവിൻ്റെത്. അതിനെ വളരെ ശക്തമായി എതിർക്കുകയും അള്ളാഹുവിൻ്റെ കലാമിന് ഹർഫു സൗത്തുണ്ട് എന്ന് വാദിക്കുന്നവരാണ് വഹാബികൾ. പക്ഷേ ഹർഫു സൗത്തുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം ചെല്ലുന്നത് അള്ളാഹുവിൻ്റെ കലാം മഖ്ലൂക്കാണ് എന്നിടത്തേക്കാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം മഖ്ലൂക്കാണെന്ന വാദം ആരുടെ വാദമാണ്? മുഅ്തസിലത്തിൻ്റെ വാദമായിരുന്നു. ആ മുഅ്തസിലത്തിൻ്റെ വാദത്തിലേക്കാണ് വഹാബികൾ പോകുന്നത്. അപ്പോൾ ആ വിഷയം കൂടി ഇന്ന് കാലഘട്ടത്തിന് അനിവാര്യമാണ്. അതുപോലെ തന്നെ അഖൽ നഖലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതുപോലെ ഖബർ വാഹിദ് ഇൽമിനെ ഫലം ചെയ്യുമോ അല്ല ലന്ന് മാത്രമാണോ ഉണ്ടാവുക തുടങ്ങിയുള്ള ചർച്ചകൾ. അതുപോലെ തന്നെ അവ്വലു വാജിബിൻ അൽ മുക്കല്ലഫി അൻ നദുറു, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഒരുപാട് അശാഇറത്തിൻ്റെ വാദങ്ങൾ ഗണ്ണിക്കുന്നവരാണ് വഹാബികൾ. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ശറഹുൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അശാഇറത്തിനെ നന്നായി നമ്മൾ പഠിക്കുകയും തെളിവ് സഹിതം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. അപ്പോൾ അത് അറിയണമെങ്കിൽ ശറഹുൽ അഖായിദ് പോലെയുള്ള, ശറഹുൽ മഖാസിദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ, മവാഖിഫ് പോലെയുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ആ ഗ്രന്ഥങ്ങൾ പഠിച്ചാലേ അത് തിരിയുള്ളൂ. അതുകൊണ്ട് ആ ഗ്രന്ഥങ്ങളൊക്കെ ഇന്നും വളരെ നന്നായി പഠിക്കണം. അതിൻ്റെ കൂടെ ഇന്ന് ഇവർ പ്രചരിപ്പിക്കുന്ന ചില പുതിയ വാദങ്ങൾ, ഇസ്തിഗാസ ശിർക്കാണ്, തവസ്സുൽ ശിർക്കാണ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നടത്താൻ പാടില്ല, ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞിട്ട് ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ തുടങ്ങിയുള്ള പുതിയ വാദങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള ഒരു ഗ്രന്ഥം ഒരു ദർസുകളിൽ ഉള്ള പഠനം ആവശ്യമാണ്. നല്ലൊരു സിലബസിൽ അങ്ങനെ ഒരു ഗ്രന്ഥം ഉൾപ്പെടുത്തിയാൽ അത് ഏറ്റവും മെച്ചമാണ്. ഉസ്താദ്, ഇപ്പോൾ നമ്മുടെ കർണാടകയിൽ പഴയകാലത്ത് ആദർശ പ്രസംഗങ്ങൾക്ക് അതിന് കേരളത്തിൽ നിന്ന് ഉസ്താദന്മാരെ കൊണ്ടുവന്നിരുന്നു. എന്നിപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ കർണാടകയിൽ നേരത്തെ നമ്മൾ ഉസ്താദിൻ്റെ സംവാദത്തിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതേപോലെ ഒരുപാട് ആദർശ പ്രഭാഷണങ്ങൾ, മുഖാമുഖങ്ങൾ, സംവാദങ്ങളിലെല്ലാം ഉസ്താദ് സജീവമായ സാന്നിധ്യമാണ്. കേരളത്തിൽ നിന്ന് ഏറ്റുമാതി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉസ്താദിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത്. അതെ, കേരളത്തിലെ ഉസ്താദന്മാർ, നമ്മുടെ വലിയ വലിയ ഉസ്താദന്മാർ വളരെ തിരക്കാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മറുപടി പ്രസംഗങ്ങൾക്ക് അവർ വന്ന് കിട്ടാറില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു വഹാബി സലഫി വന്ന് പ്രസംഗിച്ചാൽ പിറ്റേ ദിവസം തന്നെ അതിന് മറുപടി പറഞ്ഞ ചരിത്രങ്ങളൊക്കെ മുമ്പുണ്ട്. ഒരുപാട് മുഖാമുഖങ്ങളിൽ ഉസ്താദ് സജീവമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കർണാടകയിൽ അങ്ങനെ നടന്ന മുഖാമുഖങ്ങളെ പറ്റി, ആദർശ പ്രഭാഷണങ്ങളെ പറ്റി ഉസ്താദ് ഒന്ന് രണ്ട് വാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മർക്കസിലുണ്ടാകുമ്പോൾ തന്നെ പല ചർച്ചകളിലേക്കും വഹാബികളുമായുള്ള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് മുക്കത്തുണ്ടാകുമ്പോൾ ആദ്യം ഞാൻ ഓർക്കുന്ന ആദ്യത്തെ മുഖാമുഖം കാർക്കളത്ത് നിന്നാണ് തോന്നുന്നുണ്ട്. നമ്മുടെ ബംഗ്ലഗുഡയിൽ നടന്ന മുഖാമുഖത്തിലേക്കാണ് ആദ്യം മുഖാമുഖമായിട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ ശേഷം ഷിർവ മഞ്ചക്കലിലൊരു മുഖാമുഖം ഉണ്ടായിരുന്നു പണ്ട്, അവിടെ പോയി. പിന്നീട് തുടർന്ന് ഒരുപാട് മുഖാമുഖങ്ങളിൽ പങ്കെടുത്തു. പലപ്പോഴും ഈ മുഖാമുഖങ്ങൾ അന്നൊക്കെ ഇന്നത്തെ സൗകര്യം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്ത്. കാരണം സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാനോ മക്തബത്ത് ഷാമിലെയോ അല്ലെങ്കിൽ അങ്ങനെ യൂട്യൂബൊന്നും സജീവമല്ലാത്ത കാലമാണ്. കിതാബുകൾ വേണ്ടത്ര അന്ന് മർക്കസിലുണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് അന്ന് പറഞ്ഞു, നമുക്ക് ഇന്ന് വിശാലമായി, ഞാൻ രാത്രി മർക്കസിലേക്ക് കിടക്കുമ്പോൾ രാത്രി 12:30 1 മണി, സാധാരണ രാത്രി 1 മണിക്കാണ് കിടക്കൽ.
കുത്തുബ്ഖാന അന്ന് നമ്മളെ മജീദ് ബാക്കവി നാട്ടിൽ പോകുമ്പോൾ വ്യാഴാഴ്ച നാട്ടിൽ പോകുമ്പോൾ അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് തരൽ. അപ്പോൾ അങ്ങനെ അന്ന് കിതാബുകൾ മുത്താല ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂടെ ഒരു സുഹൃത്ത് മുഹമ്മദ് അലി സഖാഫി കുയിത്തൽ എന്ന് പറയുന്ന ഞങ്ങൾ വലിയ സുഹൃത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും കുത്തുബ്ഖാനയിലുണ്ടാകും. പക്ഷേ അവിടെ നിന്ന് പിരിയുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നമുക്ക് ഇന്നൊക്കെ കിതാബിന് ധാരാളം സൗകര്യമുണ്ട്, ഇനി നമ്മൾ പോയതിൻ്റെ ശേഷം ഈ കിതാബുകൾ എവിടെ നിന്ന് കിട്ടാനാണ്, മുത്താല ചെയ്യാനും കുത്തുബ്ഖാന ഇരിക്കാൻ നമുക്കൊരു സൗകര്യം ഇല്ലല്ലോ എന്നൊരു ഖേദം പറഞ്ഞിരുന്നു. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് അൽഹംദുലില്ലാഹ് വിശാലമായൊരു കുത്തുബ്ഖാന ഉണ്ടാക്കാനും സാധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുഖാമുഖങ്ങളിൽ പോകുന്ന സമയത്ത് ചെറിയ പരിമിതമായ കിതാബുകൾ മാത്രമായിരുന്നു. എന്നാലും അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് അന്ന് നേരിടാനും അതിനെ ഫേസ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ നിരന്തരമായി ഒരുപാട് മുഖാമുഖങ്ങളിൽ സംബന്ധിച്ചു. അതുപോലെ തന്നെ പിന്നെ ചർച്ചകളിലുമൊക്കെ പലതും സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കിതാബുണ്ടല്ലോ, അൽ ബുർഹാനുൽ അഖ്വം ഫി അദില്ലത്തി സവാദിൽ ആലം എന്ന് പറയുന്ന നമ്മുടെ സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദ വിശദീകരിക്കുന്ന അശായിറത്തിനെ ഒരുപാട് വിഷയങ്ങളിൽ അവർ തൊട്ടു കളിക്കുന്നുണ്ട് വഹാബികൾ. അപ്പോൾ അതിനെല്ലാം നല്ല ചുട്ട മറുപടിയാണ് അതിലൊക്കെ. ഇപ്പോൾ 1-ാം വാള്യമാണ് ഇറങ്ങുന്നത്, അതിലും 2-ാം വാള്യത്തിൻ്റെ ആദ്യ ഭാഗവും അശായിറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ ഒരുപാട് മറുപടികൾ നമ്മൾ ഇസ്തിഗാസമായി ബന്ധപ്പെട്ടതല്ല കൂടുതലുള്ളത്, അശായിറത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് 1-ാം ജിസിൽ കൂടുതലും ഉള്ളത്. കാരണം നമ്മുടെ പലർക്കും എന്താണ് അശായിറത്ത്, എന്താണ് മാതുരീദിയത്ത്, ഞാൻ എന്തുകൊണ്ട് ഒരു അശ്അരിയായി, എന്തുകൊണ്ട് മാതുരീദിയല്ല എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അശായിറത്തും മാതുരീദിയത്തും തമ്മിൽ എന്താണ് ഇഖ്തിലാഫ് പലർക്കും അറിയില്ല. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായൊരു ഗ്രന്ഥമാണ്. ഇപ്പോൾ 4 വാള്യം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 5ഉം 6ഉം വാള്യമാകാൻ സാധ്യതയുണ്ട്. അൽഹംദുലില്ലാഹ്, നീണ്ട മണിക്കൂറുകളോളം നമ്മുടെ ഒരുപാട് സംശയങ്ങൾക്കും എല്ലാം ഉത്തരം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നൽകി. നമ്മുടെ ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഉസ്താദ് അതിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വളരെ ഭംഗിയായ നിലക്ക് ദർസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഉസ്താദിൻ്റെ ശിഷ്യന്മാരും സ്നേഹജനങ്ങളുമെല്ലാം ഈ സംരംഭങ്ങളെല്ലാം ഏറ്റെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.